എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരങ്ങൾ. ഇന്നത്തെ എപ്പിസോഡ്, അതായത് ഇന്നത്തെ വീഡിയോയുടെ നമ്പർ 75. കുറച്ച് നാളായിട്ട് നമ്മൾ ഈ കർമ്മയെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് വീഡിയോ നമ്പറൊക്കെ പറയുന്നത്. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് കുറച്ചും കൂടെ നല്ല ഐഡിയ കിട്ടും. എത്രാമത്തെ വീഡിയോയിലാണ് നമ്മൾ ഇത് കണ്ടേ, നമ്മൾ അന്ന് എത്രാമത്തെ വീഡിയോയിലാണ് ഇതിനെക്കുറിച്ച് വത്സമ്മ സംസാരിച്ചേ എന്ന് ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയാണ് പറയുന്നത്. അപ്പം ഈ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്ത് കണ്ടു? സദ്ഗുരുവിൻ്റെ കർമ്മ എന്നുള്ള ബുക്കിൻ്റെ പാർട്ട് ബിയുടെ 2ാമത്തെ ഭാഗത്തിലെ 7ാമത്തെ അധ്യായമാണ് നമ്മൾ കണ്ടത്. അതും 7ാമത്തെ അധ്യായം എന്ന് പറയുന്നത് കർമ്മയോഗ ആൻഡ് ഫിസിക്കൽ ബോഡി. കർമ്മങ്ങൾ, നമ്മൾ ചെയ്യുന്ന കർമാസ്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കർമാസ് ഫിസിക്കൽ ബോഡിയിൽ എങ്ങനെ അറിയുന്നു, എങ്ങനെ മാനിഫെസ്റ്റ് ആവുന്നു, പിന്നെ ഈ നെഗറ്റീവ് കർമ്മൻ്റെ ഫിസിക്കൽ ബോഡിയിലുള്ള നെഗറ്റീവ് ഇഫക്റ്റിനെ എങ്ങനെ മാറ്റാം, ഇതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കാണുന്നത്. ഇപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് വന്ന് കുറച്ചൊക്കെ പുതിയ കാര്യങ്ങളായിട്ട് സദ്ഗുരു നമുക്ക് പറഞ്ഞു തന്നു. ഇത് സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടെ എളുപ്പമാണ്. എളുപ്പമെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള കാര്യങ്ങൾ, നമുക്ക് ഒരുപാട് നേരത്തെ അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് സദ്ഗുരു പറയുന്നത്. ഓക്കെ, അത് ഇനി കുറച്ചും കൂടെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. വായിക്കുമ്പോഴേ എനിക്ക് വളരെ ലഘുവായിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ അതിൻ്റെ പോയിൻറ്റ്സാണ് ഞാൻ എടുത്തു വച്ചിരിക്കുന്നത്. അപ്പം ലാസ്റ്റ് വീഡിയോയിൽ ആ ചാപ്റ്ററിൻ്റെ എൻഡിൽ നമ്മൾ എന്ത് കണ്ടെന്ന് വെച്ചാൽ, അതായത് നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡ്, ഈ അൺകോൺഷ്യസ് മൈൻഡ് എന്ന് പറയുമ്പം ബോധം കെട്ട നിലയല്ല. അൺകോൺഷ്യസ് മൈൻഡ് എന്ന് പറയുമ്പം അബോധ മനസ്സെന്ന് വെച്ചാൽ നമുക്ക് നമ്മളുടെ ബോധത്തിൽ അതിനെക്കുറിച്ചുള്ള അറിവില്ല. ഓക്കെ, നമ്മളുടെ ഫീലിങ്സ് അല്ലേ ആ അബോധ മനസ്സ് കയറി വരുന്നില്ല. അപ്പം നമ്മളെ അറിയാണ്ട് ഒരു വിഭാഗം, ഒരു പാർട്ട്, നമ്മുടെ മനസ്സിൻ്റെ, നമ്മുടെ മൈൻഡിൻ്റെ ഒരു പാർട്ട് ഉണ്ട്. ആ അൺകോൺഷ്യസ് മൈൻഡ്, അബോധ മനസ്സിൽ ഒരുപാട് നമുക്കറിയാത്ത കാര്യങ്ങൾ ഉണ്ട്. അതായത് കാർമിക് മെമ്മറിയുടെ ഇംപ്രിൻറ്റ്. കാർമിക് മെമ്മറി എന്ന് വെച്ചാൽ ഈ നമ്മുടെ പൂർവികരുടെ അടുത്തുനിന്ന് കൊണ്ടൊന്ന് ചേർത്തിരിക്കുന്നത്, അത് പതിഞ്ഞ് വെച്ചിരിക്കുന്ന ഇംപ്രിൻറ്റ്, പതിച്ച് വെച്ചിരിക്കുന്നത് ഒരുപാടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അൺകോൺഷ്യസ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. അതിൽ ചിലത് നല്ലതായിരിക്കാം, ചിലത് ചീത്തയായിരിക്കാം. അപ്പം ആ കാര്യങ്ങളൊക്കെ എന്തുവാന്ന് നമുക്ക് കണ്ടുപിടിച്ച് ബോധപൂർവം നല്ല കാര്യങ്ങളെ വളർത്താനും ചീത്ത കാര്യങ്ങളെ നമ്മുടെ സ്വഭാവത്തിൽ നിന്ന് മാറ്റാനും നമുക്ക് അറിയണം എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇപ്പം സദ്ഗുരു എന്തുവാ അടുത്തത്, ഇത് തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ട് വരുവാണ്. അതിലെന്തുവാ പറയുന്നത് വെച്ചാൽ, ഇത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ, സദ്ഗുരുവിൻ്റെ ഒരു വീഡിയോയിൽ കേട്ടിട്ടുണ്ട്. നമ്മളുടെ ദേഹത്ത് 114 ചക്രാസ് ഉണ്ട്. ഈ ചക്രാസ് എന്ന് പറയുന്നതൊക്കെ നമ്മൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ നോക്കാം. ഇപ്പം മനസ്സിലാക്കേണ്ട ഒരു പോയിൻ്റേ ഉള്ളൂ. അതായത് നമ്മുടെ എനർജി ബോഡിയില്ലേ, എനർജി ബോഡി നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഈ എനർജി ബോഡിയിലാണ് ഈ 72,000 നാഡികളുള്ളത്. ഈ 72,000 നാഡികൾ എന്ന് പറഞ്ഞാൽ ഈ ചെറിയ വാട്ടർ പൈപ്സ് മാതിരി, കണ്ണിന് കാണാൻ വയ്യാത്ത ട്യൂബ്സ് പോലെ ഉണ്ട് 72,000 നാഡികൾ. നാഡി വേറെ, ഞരമ്പ് വേറെ. ഞരമ്പിനാണ് നെർവ്സ് എന്ന് പറയുന്നത്. നെർവ്സ് വന്ന് നമ്മുടെ ഫിസിക്കൽ ബോഡിയിലാണ് ഉള്ളത്, ഞരമ്പുകൾ. അപ്പോൾ ഇതാ ഞരമ്പ് ഇവിടെ ഡ്രിപ്സ് ഇടാൻ പോകുമ്പം ഇവിടെ തേടുന്നില്ല, അതുപോലെ അപ്പം ഞരമ്പ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ദേഹത്തിനെ ഡിസെക്ട് ചെയ്ത് വെട്ടിക്കീറിയാൽ ഞരമ്പിനെ നമുക്ക് കാണാം. എന്നുവെച്ചാൽ ഞാൻ സയൻസ് പഠിച്ചതുകൊണ്ട് ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് വായിച്ചിട്ടുള്ളതുകൊണ്ടും ഡിസെക്ഷൻ ചെയ്തിട്ടുള്ളതുകൊണ്ടും കോക്രോച്ച്, അതായത് പാറ്റ, തവള, മീന്, അങ്ങനെ പല പ്രാണികളെ ഞങ്ങൾ വെട്ടിക്കീറി ഡിസെക്ട് ചെയ്ത് നെർവ്സിനെ കാണിക്കും. ക്രേനിയൽ നെർവ്സ് ഇതാ, സ്പൈനൽ നെർവ്സ് ഇതാ എന്നൊക്കെ. അത് അത്രയും ചെയ്ത് ഡീപ്പായിട്ട് പഠിച്ചുകൊണ്ട് ഞാൻ അതിനെ എളുപ്പം മനസ്സിലാക്കിയെടുത്തു. അതിനെയാണ് ഇപ്പം നിങ്ങളുടെ കൂടെ പങ്കിടുന്നത്. അതായത് ഞരമ്പ് എന്ന് പറയുന്നത് നെർവ്സ്, ഞരമ്പുകൾ വേറെ.
നാഡി NADI നാഡി എന്ന് പറയുന്നത് വേറെ. നാഡി നരമ്പിനെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന എന്തുവാണെന്ന് വെച്ചാൽ നരമ്പ് ഫിസിക്കൽ ബോഡിയിലാണ് ഉള്ളത്. അതേ സമയത്ത് ഈ നാഡി എന്ന് പറയുന്നത് 72,000 നാഡികളുണ്ട്. ആ നാഡികൾ എവിടെ ഉള്ളത്? പ്രാണിക് ബോഡിയിലാണ്, എനർജി ബോഡിയിലാണ്. അപ്പം എനർജി ബോഡിയെ കാണാൻ ഒക്കത്തില്ല, അപ്പം നാഡികളെയും കാണാൻ പറ്റത്തില്ല. ഈ 72,000 നാഡികളിന് പുറമേ ഈ ചക്രാസ് ഉണ്ട്. ഈ 114 ചക്രാസ് ഉണ്ടെന്നാണ് സദ്ഗുരു പറയുന്നത്. അപ്പം ഈ 114 ചക്രാസും അപ്പം ചക്ര എന്ന് വെച്ചാൽ എന്തുവാ? ഈ എനർജി ഇങ്ങനെ കടന്ന് ഓടുന്നില്ലയോ? എനർജി കടന്ന് ഓടുമ്പം, അതായത് പ്രാണശക്തി, ഈ പ്രാണൻ, ലൈഫ് ഫോഴ്സ്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ കടന്ന് ഓടുമ്പം ചില സ്ഥലത്ത് ഈ എനർജി കുവിഞ്ഞ് കോൺസെൻട്രേറ്റഡ് ആയിട്ടിരിക്കും. അപ്പം അത് ഇങ്ങനെ ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് 2 രീതിയിൽ ചുറ്റിക്കൊണ്ടിരിക്കും. ഈ ക്ലോക്ക് വൈസ് ചുറ്റുമ്പം അത് പ്രാണശക്തിയെ ഉൾവാങ്ങും. ആൻറ്റി ക്ലോക്ക് വൈസിൽ ചുറ്റുമ്പം അതിനെ ശക്തിയെ വെളിയിൽ വിടും. അങ്ങനെയാണ് ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ചുറ്റുന്ന സാധനത്തിനാണ് ചക്രം എന്ന് പറയുന്നത്. ആണല്ലോ, കാറിൻ്റെ ടയറ്, വണ്ടിയുടെ ടയറ്, അത് ചുറ്റിക്കൊണ്ടിരിക്കും. അതുപോലെ ഇത് ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ചുറ്റുന്നതുകൊണ്ട് ഈ എനർജി കോൺസെൻട്രേഷൻ ചില ഇടങ്ങളിലുണ്ട്. ഈ കോൺസെൻട്രേറ്റഡ് എനർജി പോയിൻറ്റ്സിനെയാണ് ചക്രാസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ 114 ചക്രയിലെ 2 നമ്മൾ കണക്കിലെടുക്കണ്ട. എന്താണെന്ന് വെച്ചാൽ അത് ഒന്ന് നമ്മുടെ ദേഹത്തിൻ്റെ താഴെ, നമ്മുടെ ദേഹത്തിൽ നിന്ന് താഴെയാണ് ഇരിക്കുന്നത്. ഇനി ഒന്ന് തലയ്ക്ക് മീതെ ഉണ്ട്. അപ്പോൾ ഇത് 2 നമുക്ക് കണക്കിൽ വരത്തില്ല. അപ്പം 112. ഈ 112-ലെ 4 ചക്രാസ് വർക്ക് ആവത്തില്ല. അപ്പം 112-ൽ നിന്ന് 4 പോയാൽ 108 ഉണ്ട്. അപ്പം 108 ചക്രാസും 72,000 നാഡികളും ചേർന്നാണ് ഈ എനർജി ബോഡി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ എനർജി ബോഡിയിലെ ചില ചക്രാസിൽ ഈ കർമാക്കൾ പോയി ഒട്ടിപ്പിടിക്കും. അപ്പം എനർജി ബോഡീസിൽ ചില ചക്രാസിൽ ഒട്ടിപ്പിടിക്കും. അതുമാത്രമല്ല, ഈ നമ്മുടെ ഈ മുട്ട്, ചില ജോയിൻസ് ഇല്ലേ, ഇവിടെ ഇങ്ങനെ ചില ജോയിൻസ് ഉണ്ടല്ലോ, കാലിൻ്റെ മുട്ട്, അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ചിലപ്പോൾ കർമാക്കൾ വന്ന് ഒട്ടിപ്പിടിക്കും. അതുകൊണ്ടാണ് ചിലർക്ക് എപ്പോഴും കാലുവേദന, ചിലർക്ക് എപ്പോഴും മുട്ടുവേദന, ചിലർക്ക് എപ്പോഴും കൈവേദന. ഇപ്പോൾ കൈവേദന കാലുവേദനയൊക്കെ വരുന്നതിന് പല കാരണങ്ങളുണ്ട്. അതിൻ്റെ ഫ്ലൂയിഡ് കുറയുമ്പം, ഡ്രൈ ആകുമ്പം, അതൊക്കെ ഫിസിക്കലി. അല്ലാതെ എനർജറ്റിക്കലിയും ഈ നെഗറ്റീവ് കർമാസ് പോയി അടഞ്ഞ് പതിഞ്ഞ് കിടക്കും. അപ്പോൾ അതിനൊക്കെ ഒരേ ഒരു മാർഗം പറയുന്നത്, ഒന്നീ യോഗ ചെയ്യണം, അല്ലെങ്കിൽ യോഗ എന്ന് പറയുന്നത് വെളിയിൽ ഫിസിക്കലായിട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ മെൻ്റലായിട്ടല്ല, ഈ ക്രിയാക്കൾ ചെയ്യണം. ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ, ക്രിയ എന്ന് പറയുന്നത് ക്രിയായോഗം, വാസിയോഗം, ചക്രയോഗം, അങ്ങനെ ഉൾനോക്കി ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇത് 2 ചെയ്താൽ, അതായത് യോഗ, പിന്നെ പ്രാണായാമ, നാഡിശുദ്ധി, ക്രിയാസ്, ഇതെല്ലാം ഒന്നിച്ച് ചേരുമ്പോഴാണ് ഇതിനെല്ലാം സാധന എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും സാധനകൾ ചെയ്താൽ മാത്രമേ നമ്മുടെ ഫിസിക്കൽ ബോഡിയിലുള്ള കർമാക്കളെ കുറേശ്ശെ എടുത്തു കളയാൻ പറ്റത്തുള്ളൂ എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഒരു സ്പിരിച്വൽ സീക്കർ എന്ന് പറഞ്ഞാൽ ആത്മീയതയിൽ, അതായത് ഇത് മുക്തി തേടി പോകുന്ന ഒരാളിനെ ഇത്രയൊക്കെ ചെയ്തിരിക്കണം. മെഡിറ്റേഷൻ ഇതൊക്കെ ചെയ്താലേ ഈ ഫിസിക്കൽ ബോഡിയിൽ നമ്മുടെ നെഗറ്റീവ് കർമ്മ ഉണ്ടാക്കുന്ന പ്രയാസങ്ങളെ മാറ്റാനൊക്കത്തുള്ളൂ. ഓക്കെ, അതൊന്ന്. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മൾ ഇപ്പോൾ ഒരുപാട് ഫോക്കസ് ചെയ്യുന്നത് നെഗറ്റീവ് കർമ്മയെ കുറിച്ചാണ്. ഇപ്പോൾ എന്തുകൊണ്ടെന്ന് വെച്ചാൽ, പോസിറ്റീവ് കർമ്മ എന്ന് പറയുന്നത് അത് നമുക്ക് സുഖം തരും, നല്ല ദേഹാരോഗ്യം തരും. അങ്ങനെ ഉള്ളപ്പം
അതിനെ ഒരാളിൻ്റെ ദേഹ ആരോഗ്യം മനസ്സിൻ്റെ ആരോഗ്യം കണ്ടാലേ അയാൾ എത്ര ദൂരം പുണ്യകാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാകും. അതായത് ഒരാളിന് ഒരു മനുഷ്യനെ സംബന്ധിച്ചവരെ നല്ല ദേഹാരോഗ്യം വേണം. ചിലരുണ്ട് നല്ല ഹൈറ്റും നല്ല വെയ്റ്റും ഒക്കെ കാണും, പക്ഷേ സദാ സർവ്വകാലം എന്തെങ്കിലും ഇവിടെ നോവുന്നു, അവിടെ നോവുന്നു, തലവേദന, പല്ലുവേദന, അത് വേദന, ഇത് അവിടെ വേദന, ഇവിടെ വേദന, സദാ സർവ്വകാലവും എന്തെങ്കിലും കംപ്ലൈൻറ്റ് പറഞ്ഞുകൊണ്ടിരിക്കും. കംപ്ലൈൻറ്റ് പറയുന്നത് അവർ ചുമ്മാ പറയുമല്ല, അവർക്കുണ്ട്. ഓക്കെ, അപ്പം ഈ നല്ല ഹൈറ്റും വെയ്റ്റും ഉള്ളവരെല്ലാം ഹെൽത്തി എന്നല്ല. ചിലരിങ്ങനെ എല്ലും തോലിയുമായിട്ടിരിക്കും, എന്നാലും അവർ നല്ല ഹാപ്പിയാണ്, അവർക്ക് നല്ല ഫിസിക്കൽ ഹെൽത്താണ്. വലിയ സ്ട്രെങ്ത്ത് വേണമെന്നില്ല, പക്ഷേ ഹെൽത്തി ആയിരിക്കണം. ഈ ഹെൽത്ത് എന്ന് പറയുന്നത് വലിയ ഒരു വരപ്രസാദമാണ്, നമുക്ക് കിട്ടാനുള്ള വരപ്രസാദമാണ്. അപ്പം ഒരാൾ കൊച്ചിലേ തൊട്ടേ നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടെങ്കിൽ അയാൾ ഒരുപാട് പുണ്യകർമാക്കൾ ചെയ്തിട്ടുണ്ട് എന്നർത്ഥം. എന്താണെന്ന് വെച്ചാൽ ഈ നെഗറ്റീവ് കർമാസ് ചെയ്യുന്നവർക്കാണ് ദേഹത്തിൽ അസുഖങ്ങൾ വരുന്നത്. ഇപ്പോൾ ചിലരുണ്ട് കൊച്ചിലെ ജനിച്ചപ്പം തൊട്ടേ ഒരുപാട് കഷ്ടപ്പാടെന്ന് വെച്ചാൽ ദേഹരീതിയായിട്ട് എപ്പോൾ നോക്കിയാലും ഹോസ്പിറ്റലിൽ പോകണം, ICUവിൽ കിടക്കണം. കൊച്ചുങ്ങളുടെ കാര്യത്തിൽ എപ്പോഴും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, ICUവിൽ കിടക്കണം, ഒന്ന് മാറ്റി ഒന്ന് വന്നുകൊണ്ടിരിക്കും. അതൊക്കെ ആ കൊച്ചിൻ്റെ നെഗറ്റീവ് കർമ്മയാണ് ദേഹത്ത് കാണിക്കുന്നത്. ചില കൊച്ചുങ്ങൾ നല്ല ഹെൽത്തി ആയിരിക്കും, നല്ല കഴിക്കും, നല്ല ഹാപ്പി ആയിട്ടിരിക്കും, നല്ല വളരും. ഈ കൊച്ചിലെ ഒന്നും വരത്തില്ല. അതായത് ചില കൊച്ചുങ്ങൾ ഈ ബാലാരിഷ്ടം എന്നൊക്കെ പറയും. കൊച്ചുനാളിൽ ഒരുപാട് കഷ്ടപ്പെടും, കുറച്ച് നാളാകുമ്പം അവർ മാറും, അവരുടെ രീതി മാറും. അപ്പം അവർക്ക് ദേഹരീതിയായിട്ട് നല്ല ഹെൽത്ത് ഉണ്ടാകും. പിന്നെ കൊച്ചുനാളിൽ തൊട്ട് വലുതായി കല്യാണം കഴിഞ്ഞ് ജോലിയൊക്കെ കിട്ടി, കല്യാണം കഴിഞ്ഞ് മക്കളൊക്കെ ആയി നല്ല കുറേ നാളത്തേക്ക് നല്ല ഹെൽത്തായിരിക്കും. അത്രയും ഹെൽത്തി ആയിട്ട് ജീവിക്കുന്നത് തന്നെ നല്ല ഒരു സിംറ്റമാണ്. അവർക്ക് നല്ല പോസിറ്റീവ് കർമാക്കൾ ഒരുപാട് ചെയ്തിട്ടുണ്ടെന്ന്. വേറൊരു കാര്യം, ഇപ്പം നിങ്ങൾ മനസ്സിൽ വിചാരിക്കാം, പൊതുവേ യങ് ഏജിൽ എല്ലാവരും ഹെൽത്തി തന്നെ. ഞാൻ അങ്ങനത്തെ കാര്യമല്ല പറഞ്ഞത്. പൊതുവേ എല്ലാവരും യങ് ഏജിൽ ഹെൽത്തിയാണ്, വയസ്സാകുകയാണ്. അത് ഏജ് റിലേറ്റഡ് ഡിസ്കംഫർട്ട്. അതിൻ്റെ പേര് ഏജ് റിലേറ്റഡ്. അതായത് പ്രായം കൂടുമ്പം പണ്ടേ പോലെ നമുക്ക് ഓടി നടന്ന് ജോലി ചെയ്യാൻ പറ്റത്തില്ല, നമ്മളുടെ സ്പീഡ് കുറയും, അതൊക്കെ ഉണ്ട്. അത് വേറെ. ഞാൻ ഏജ് റിലേറ്റഡിനെ അല്ല പറയുന്നത്. ഞാനിവിടെ പറയുന്നത് രോഗങ്ങൾ. എത്ര പേർക്ക് ഏതൊക്കെ വയസ്സിൽ രോഗങ്ങൾ വരുന്നു, മാറാത്ത രോഗങ്ങൾ, തീരാത്ത രോഗങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പം ഈ രോഗം എന്ന് പറയുന്നത് തന്നെ നെഗറ്റീവ് കർമാസിൻ്റെ വെളിപ്പാടാണ്. നെഗറ്റീവ് കർമാസ് ഉള്ളവർക്കാണ് രോഗങ്ങൾ കൂടുന്നത്. അതൊരു കാര്യം. ഓക്കെ, അപ്പം ഇങ്ങനെയൊക്കെയാണ് കർമ്മ നമ്മുടെ ഫിസിക്കൽ ബോഡിയെ അഫക്റ്റ് ചെയ്യുന്നത്. ഒന്ന്. രണ്ടാമത്, കർമ്മ ആൻഡ് ദ 5 എലിമെൻറ്റ്സ്. ഇതാണ് ഒരു സൈഡ് ഹെഡിങ്. 5 എലിമെൻറ്റ്സ് എന്ന് വെച്ചാൽ എന്തുവാ? പഞ്ചഭൂതങ്ങൾ. പഞ്ചഭൂതങ്ങൾ എന്ന് വെച്ചാൽ ഭൂമി, ഭൂമി ഇത് ഭൂമി, വെള്ളം, തീ, കാറ്റ്, ആകാശം. ഇങ്ങനെയാണ് പഞ്ചഭൂതങ്ങളെ നമ്മളുടെ 5 വിരലിലായിട്ട് കാണിക്കുന്നത്. മോതിരവിരൽ ഇത് ഭൂമി, ഇത് ചുണ്ടുവിരൽ വെള്ളം, ഇത് തമ്പ്, ഇത് തീ, ഇത് കാറ്റ് വായു, ഇത് ആകാശം. അങ്ങനെ പഞ്ചഭൂതങ്ങൾ ആലായതാണ് നമ്മുടെ ദേഹം. ഇത് നേരത്തെ പഞ്ചഭൂതാസ് എന്നുള്ള ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇനിയൊന്ന്, നമ്മുടെ ദേഹം മാത്രമല്ല, ഈ ഭൂമി മൊത്തം നിറഞ്ഞിരിക്കുന്നത് ഈ പഞ്ചഭൂതങ്ങളാണ്. ഈ പ്രപഞ്ചം മൊത്തം നിറഞ്ഞിരിക്കുന്നത് പഞ്ചഭൂതങ്ങളാണ്. അപ്പം ഈ പ്രപഞ്ചത്തിലും പഞ്ചഭൂതങ്ങളാണ്, നമ്മുടെ ദേഹത്തും പഞ്ചഭൂതങ്ങളാണ്. ഇതിനെയാണ് സിദ്ധാസ് അക്കാലത്തെ പറഞ്ഞത്, അണ്ടത്തിലുള്ളതേ പിണ്ടത്തിലും. അണ്ടമെന്ന് വെച്ചാൽ
അണ്ടം പേരണ്ടം എന്ന് പറയുന്നത് കോസ്മോസ് അല്ലെങ്കിൽ യൂണിവേഴ്സ് അല്ലെങ്കിൽ പ്രപഞ്ചം. ഓക്കെ, അതും അണ്ടത്തിലുള്ളതേ പിണ്ഡം. ഇവിടെ പിണ്ഡം എന്ന് പറയുന്നത് നമ്മുടെ ദേഹം. അപ്പം അണ്ടവും 5 എലിമെൻസാലായത്, നമ്മുടെ ഈ ദേഹവും 5 എലിമെൻസാലായത്. ഓക്കെ, അപ്പം ഈ 5 എലിമെൻസും നമ്മളുടെ ദേഹത്ത് 5 എലിമെൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ 5 എലിമെൻസിനും കർമ്മയ്ക്കും എന്തുവാ സംബന്ധം, അങ്ങനെയാണ് പറയുന്നത്. അത് നല്ല യൂസ്ഫുള്ളായിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അതിൽ ഈ കാർമിക് ഡെപ്പോസിറ്റ് ഇല്ലേ, കാർമിക് സബ്സ്റ്റൻസ് എന്ന് വെച്ചാൽ എന്തുവാ? അതിനെ ഒരു നമ്മുടെ ഉപ്പ്, പഞ്ചാര പോലെ ഒരു സാധനമായിട്ടല്ല നമ്മൾ കാണേണ്ടി. നമ്മൾ ചെയ്ത കർമ്മയുടെ പ്രിൻ്റ്, നമ്മൾ ചെയ്ത കർമ്മ ഈ 5 എലിമെൻസിലും, നമ്മുടെ ദേഹത്തുള്ള 5 എലിമെൻസിലും പറ്റിപ്പിടിച്ചിരിക്കും. ഇൻ അതർ വേർഡ്സ്, അല്ലെങ്കിൽ നമ്മുടെ ദേഹത്തിനെ പറ്റിപ്പിടിച്ചിരിക്കും. ഓക്കെ, സോ ഈ 5 എലിമെൻസിലും നമ്മൾ ചെയ്യുന്ന നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് കർമാസ് പറ്റിപ്പിടിച്ചിരിക്കും. ഇതിന് ആണ് സദ്ഗുരു ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് ഭൂതശുദ്ധി. ഇത് ഈശാ യോഗ സെൻറ്ററിൽ പറഞ്ഞു തരും. അല്ലെങ്കിൽ ഇപ്പം ട്രിവാൻഡ്രത്ത് ഈശാ യോഗ സെൻറ്ററിൻ്റെ ബ്രാഞ്ചുണ്ട്, എറണാകുളത്തുണ്ട്. അതുപോലെ ഒരു സ്ഥലത്ത് പോയി ആ ഭൂതശുദ്ധിയെ പഠിച്ചുകൊണ്ട് വരാം. ഞാനിവിടെ ട്രിവാൻഡ്രത്ത് പോയി പഠിച്ചു. എത്രയോ വർഷത്തിന് മുമ്പേ ഞാൻ പഠിച്ചതാണ്. അത് ഒരു 3000-3500 രൂപ ഫീസ് അടച്ചാൽ അതിൽ ഈ ശുദ്ധമായിട്ടുള്ള കോപ്പർ വെസൽസ് തരും. അതൊക്കെ വെച്ച് വേണം നമുക്ക് ചെയ്യാൻ. ഇപ്പം ഭൂതശുദ്ധി ഞാൻ മിക്കവാറും എല്ലാ ദിവസവും ചെയ്യുന്നുണ്ട്. അതിന് വളരെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് സദ്ഗുരു. അതുകൊണ്ട് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. ഞങ്ങൾ ആ കോഴ്സ് ഒരു 2 മണിക്കൂറിൻ്റെ കാര്യം ജസ്റ്റ് എന്ന് പറഞ്ഞു തരുന്നു. അന്ന് നമ്മൾ രാവിലെ പോവുക, അല്ലെങ്കിൽ തലേ ദിവസം പൈസ അടച്ചിട്ട് പോയാൽ, അല്ല നേരത്തെ പൈസ അടയ്ക്കണം. എന്താ വെച്ചാൽ ആ കിറ്റ് തരും. ആ കിറ്റ് വേണം. ആ കിറ്റ് ഉണ്ടെങ്കിലേ നമുക്ക് കാര്യങ്ങൾ ചെയ്യാനൊക്കത്തുള്ളൂ. അപ്പോൾ ആ കിറ്റ് വെച്ച് ഈ ഭൂതശുദ്ധി എന്നുള്ള ഒരു കാര്യം ചെയ്യാം. അങ്ങനെ ഉള്ളപ്പം ഈ ഭൂതശുദ്ധി ചെയ്യുമ്പം നമ്മുടെ ദേഹത്തുള്ള പഞ്ചഭൂതങ്ങളെയും ശുദ്ധീകരിക്കുന്നതായിട്ട് അർത്ഥം. ഈ പഞ്ചഭൂതങ്ങളെ ശുദ്ധീകരിച്ചാൽ ഓട്ടോമാറ്റിക്കലി പഞ്ചഭൂതങ്ങളെ പറ്റിപ്പിടിച്ചിരിക്കുന്ന നെഗറ്റീവ് കർമാസിനെ കളയുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ ഈ ഭൂതശുദ്ധി ഞാൻ ചെയ്യുന്നുണ്ട്, പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും. പക്ഷേ എനിക്കത് ഇതിന് മുകളിൽ എനിക്കിവിടെ പറയാനുള്ള റൈറ്റ്സ് ഇല്ല. അതുകൊണ്ട് ഞാനങ്ങ് വിടുക. അപ്പോൾ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഈശായുടെ ബ്രാഞ്ചിലോ എവിടെയെങ്കിലും ഈശാ സംബന്ധപ്പെട്ട ഇത് സ്ഥലങ്ങളിലേ നിങ്ങൾ പോകാവൂ. അവരാണ് ഈ ഭൂതശുദ്ധി കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നത്. അപ്പോൾ അവിടെ പോയി പഠിക്കുക. ചാൻസ് കിട്ടും. വേറൊന്നുമല്ല, ഇപ്പം ഞാൻ പറഞ്ഞു ഭൂതശുദ്ധിയെക്കുറിച്ച് നിങ്ങൾക്ക് അറിഞ്ഞു. അപ്പം മനസ്സുകൊണ്ട് ഇത് നന്നായിട്ട് പറയുന്നല്ലോ, നല്ലതാണെന്ന് വത്സമ്മ പറയുന്നു, വത്സമ്മ ദിവസവും ചെയ്യുന്നു എന്ന് പറയുന്നു. അപ്പം നമുക്കും ഒന്ന് പഠിച്ചാലോ, നമുക്ക് എപ്പോഴെങ്കിലും ഒരു ചാൻസ് കിട്ടിയാലോ എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചാൽ മതി. നിങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കൂ. നിങ്ങൾക്ക് ആ സന്ദർഭം നിങ്ങളെ തേടി വരും. എങ്ങനെയെങ്കിലും അത് ഏത് രീതി വരുമെന്ന് നമുക്ക് പറയാൻ ഒക്കത്തില്ല. അത് പ്രപഞ്ചത്തിൻ്റെ ജോലിയാണ്. പ്രപഞ്ചം അതിൻ്റെ സാഹചര്യങ്ങൾ ഒരുക്കി തരും. പിന്നെ ഒരേ ഒരു കാര്യം, നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം പ്രപഞ്ചം ഒരുക്കി തരും. ഒരേ ഒരു കാര്യം, അതിനെ വാങ്ങാൻ നമ്മൾ തയ്യാറാണോ? അതായത് നമ്മുടെ കർമ്മ അതിനെ പെർമിറ്റ് ചെയ്യുമോ എന്നുള്ളത് വലിയ ചോദ്യമാണ്. ഇപ്പം നമ്മൾ എത്രയ്ക്കോ ആഗ്രഹിക്കുന്നു, എല്ലാം നടക്കുന്നുണ്ടോ? ഇല്ല. അപ്പം അതിനൊക്കെ ഇപ്പം കാശ് ഒരുപാട് പേർക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ കാശുണ്ടെങ്കിൽ ഒരുപോലെ നല്ല ജീവിതം സ്മൂത്തായിട്ട് പോകത്തുള്ളൂ എന്നുള്ളത് സത്യം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞത്, ഈസ് മണി നെസസറി ഫോർ സ്പിരിച്വൽ ലൈഫ്? സ്പിരിച്വൽ ലൈഫിനും നെസസറിയാണ്.
അപ്പം ഇപ്പം മണി വേണമെന്ന് ഒരുപാട് പേർക്ക് പണക്കഷ്ടമുണ്ട്, കടം വാങ്ങിച്ചിട്ടുണ്ട്, എല്ലാം ഇൻസ്റ്റാൾമെൻറ്റിലാണ് വാങ്ങിച്ച് കൂട്ടിയിരിക്കുന്നത്. അപ്പം കുറച്ചുകൂടെ പൈസ കിട്ടിയാൽ കൊള്ളാമെന്ന് എത്രയോ പേര് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അതെല്ലാം എന്തുകൊണ്ട് നടക്കാത്തതെന്ന് വെച്ചാൽ അതിൻ്റെ ബ്ലോക്സ് ഉണ്ട്, നമ്മുടെ അടപ്പ്, നമുക്ക് മണി ബ്ലോക്സ് ഉണ്ട്. അപ്പോൾ ഈ മണി ബ്ലോക്സ് മാറിയാലേ നമുക്ക് ഫ്രീ ഫ്ലോ ഓഫ് മണി കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ മണി ബ്ലോക്സ് മാറാൻ ഉള്ള കാരണങ്ങൾ നമ്മൾ കണ്ടുപിടിച്ച് ആ ബ്ലോക്സിനെ നിവർത്തി ചെയ്യണം. ഒരു ചെറിയ കാര്യം പറയാം. ഈ മണിപൂരക ചക്രയിൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്, അതിൻ്റെ ദേവത എന്ന് പറയുന്നത് മഹാവിഷ്ണുവും മഹാലക്ഷ്മിയുമാണ്. ഈ മഹാലക്ഷ്മിയാണല്ലോ ഈ നമ്മുടെ പ്രോസ്പെറിറ്റിക്കും പണത്തിനും ഇൻചാർജ്. അപ്പം ഈ മണിപൂരക ചക്രയിൽ ഒരുപാട് അഴുക്കുകൾ ചേർന്നാൽ, അഴുക്കെന്ന് വെച്ചാൽ കർമ്മ, നെഗറ്റീവ് കർമ്മ ചേർന്നിട്ടുണ്ടെങ്കിൽ മണിപൂരക ചക്ര ഫ്രീ ആയിട്ട് ചുറ്റത്തില്ല, അതിൻ്റെ ആക്ടിവിറ്റി കുറയും. അതുകൊണ്ടാണ് നമുക്ക് ഈ മണി ബ്ലോക്ക് ഉണ്ടാവുന്നത്. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ പഞ്ചഭൂതങ്ങളിൽ, നമ്മുടെ ദേഹത്തുള്ള പഞ്ചഭൂതങ്ങളിൽ ഈ അട്ടിപ്പിടിച്ചിരിക്കുന്നത് ഈ കർമാക്കൾ. അതിനാണ് ഈ ഭൂതശുദ്ധി ചെയ്യണമെന്ന് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം, ഈ ഋണാനുബന്ധ നേരത്തെ നമ്മൾ നോക്കി. ഋണാനുബന്ധ എന്ന് പറയുന്നത് ഫിസിക്കൽ മെമ്മറിയാണ്, നമുക്ക് ദേഹരീതിയായിട്ടുള്ള മെമ്മറി. അത് 2 രീതിയിലാണ് വരുന്നത്. ഒന്ന് ബ്ലഡ് റിലേഷൻസ് വഴിയായിട്ടും, ഇനി ഒന്ന് ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിലുമാണ് ഇത് ഉണ്ടാവുന്നത്, ബോഡിലി റിലേഷൻഷിപ്പിൽ. അപ്പം ഇതുകൊണ്ടൊക്കെയാണ് പണ്ടേ കാലത്തെ, നേരത്തെ ഞാൻ പറഞ്ഞതാണ്, പണ്ടേ കാലത്തെ ഒരുത്തന് ഒരുത്തി അല്ലെങ്കിൽ ഒരു സിംഗിൾ ലൈഫ് പാർട്ട്ണറെ പാടുള്ളൂ ഒന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ അല്ലെങ്കിൽ അത് മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സോട് നമ്മൾ ബന്ധം വെച്ചാൽ നമ്മുടെ എനർജി ബോഡി താറുമാറായിട്ട് അങ്ങ് പോകും. അപ്പോൾ അതിനെ സെറ്ററേറ്റ് ചെയ്യാൻ വീണ്ടും പല ജന്മങ്ങൾ എടുക്കേണ്ടി വരും. അതൊന്ന്. പിന്നെ വേറെ കുറേ ചെറിയ കാര്യങ്ങൾ സദ്ഗുരു ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. എല്ലാം ദേഹം സംബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ പണ്ടേ പറയും, ഞങ്ങളുടെ അമ്മൂമ്മയുടെ കാലത്തെ ഞാൻ കേട്ടിട്ടുണ്ട്, ഇപ്പോഴും നമ്മളത് ഫോളോ ചെയ്യുന്നുണ്ട്. ഈ സന്ധ്യയ്ക്ക് 6 മണി കഴിഞ്ഞാൽ ഒരു വീട്ടിൽ പോയി ചില കാര്യങ്ങൾ ചോദിക്കാൻ പാടില്ല. സൂചി, തൈര്, ഇതൊന്നും ചോദിക്കാൻ പാടില്ല, കൊടുക്കാനും പാടില്ല. അതുപോലെ ഒരുത്തരുടെ കയ്യിൽ നിന്ന് ഡയറക്റ്റായിട്ട് നമ്മൾ ഉപ്പ്, എള്ള്, നാരങ്ങ ഇതൊന്നും വാങ്ങിക്കാൻ പാടില്ല. ആരെങ്കിലും ഇതുവരെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കാം, അറിഞ്ഞില്ലെങ്കിൽ ഇന്ന് തൊട്ട് ഇത് അറിഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. അതായത് ആരെങ്കിലും ഉപ്പ് നമ്മളെ കയ്യിൽ തന്നാൽ, വീട്ടിൽ പോലും ഉപ്പ് കയ്യിൽ തന്നാൽ കൈ വാങ്ങിക്കരുത്, അവിടെ വൈ. അതുപോലെ കരിയേപ്പില ഞങ്ങളുടെ അമ്മൂമ്മ പറയും, കരിയേപ്പില ഉടച്ചിട്ട് കൊണ്ട് കൊടുത്താൽ വേണ്ട അവിടെ വൈ. അപ്പം അവരെന്തുവാണോ പറയുന്നത്, കരിയേപ്പില കയ്യിൽ കൊടുത്താൽ വഴക്കുണ്ടാകും, കടുക് കയ്യിൽ കൊടുത്താൽ വഴക്കുണ്ടാകും. ഈ വഴക്കുണ്ടാകുമെന്ന് പറയുമ്പം ഈ വഴക്കുണ്ടാകുന്നതല്ല അതിൻ്റെ ശരിയായിട്ടുള്ള കാര്യം. പക്ഷേ നമുക്ക് അങ്ങനെ പറഞ്ഞാലേ മനസ്സിലാവത്തുള്ളൂ. ഓ ശരി, വഴക്കുണ്ട്, അപ്പം താഴെ വെച്ചേക്കാം. ശരി, ഈ വഴക്കുണ്ടാകുന്നതല്ല. പിന്നെ എന്തുവാ നടക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ ആർക്കെങ്കിലും കുറച്ച് സോൾട്ട് വേറൊരാളിന് കൊടുത്താൽ അയാൾ കൈ നീട്ടി വാങ്ങിച്ചാൽ എൻ്റെ കർമ്മ സോൾട്ട് വഴി അയാളുടെ അടുത്ത് പോകും. അല്ലെങ്കിൽ ഞാൻ ആരുടെങ്കിലും കൈ നീട്ടി എള്ളോ നാരങ്ങയോ കരിയേപ്പിലയോ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കൈ നീട്ടി വാങ്ങിച്ചാൽ അവരുടെ കർമ്മ ഈ സാധനങ്ങൾ വഴിയായി എൻ്റെ ദേഹത്ത് പറ്റിപ്പിടിക്കും. ഇതൊക്കെ പണ്ടേ കാലത്തെ അറിഞ്ഞുകൊണ്ടാണ് ഈ സാധനങ്ങളൊക്കെ കൈ വാങ്ങിക്കരുത്, അവിടെ വൈ, താഴെ വൈ, ഞാൻ എടുത്തോളാം എന്ന് പറയും. ഈ താഴെ വെച്ച് എടുക്കുന്നതിൽ ഒരു കർമ്മയും പാസ്സാവുന്നില്ല. എന്ന് വെച്ചാൽ ഇതെല്ലാം ഫിസിക്കൽ ടച്ചിലാണ് വരുന്നത്. ഈ ഫിസിക്കലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഡയറക്റ്റായിട്ട് കണക്റ്റ് ആകുമ്പോഴാണ് ഇതിൽ ഇങ്ങനെ ഉണ്ടാവുന്നത്. മനസ്സിലായോ? പിന്നെ ഈ സാധന ചെയ്യുന്നവരെല്ലാം ഈ ദേഹത്ത് ഈ ചന്ദനം പൂശും, ചിലർ മഞ്ഞൾ പൂശും. ഈ തമിഴ്നാട്ടിലൊക്കെ എല്ലാവരും
മഞ്ഞളരച്ച് മുഖത്ത് മഞ്ഞൾ പൂശും. കേരളത്തിൽ ഇതില്ല, പക്ഷേ തമിഴ്നാട്ടിൽ എല്ലാവരുമേ കസ്തൂരി മഞ്ഞൾ അരച്ച് കുളിച്ച പിന്നീട് മുഖത്ത് പൂശും. പിന്നെ ചിലർ ഈ സാധകം ചെയ്യുന്നവർ യോഗികൾ മണ്ണ് ദേഹത്ത് പൂശും. ചിലർ ഈ ഭസ്മം എന്ന് വെച്ചാൽ എവിടെയാണോ ക്രിമേഷൻ ഗ്രൗണ്ടിൽ ഈ ചുടുകാട്ടിൽ പോയി അവിടുത്തെ ഭസ്മം എടുത്ത് ദേഹത്ത് പൂശും. ഇപ്പം ഇങ്ങനത്തെ അതുകൊണ്ടാണല്ലോ ശിവനെ ദക്ഷൻ യാഗത്തിന് വിളിക്കാത്തതിൻ്റെ കാരണം. എന്താ എൻ്റെ അച്ഛനെ വിളിക്കാത്തതെന്ന് സതി ചോദിച്ചപ്പം പറഞ്ഞത് എന്തുവാ, അവന് കാണാനും കൊള്ളരുത്, ഒന്നിനും കൊള്ളരുത്, എപ്പം നോക്കിയാലും എന്തുവാ ചുടുകാട്ടിൽ പോയാണ് അവിടുത്തെ ഭസ്മമാണ് എടുത്ത് പൂശിക്കൊണ്ട് നടക്കുന്നത്, അവനെ എനിക്ക് ഇഷ്ടമല്ല, അവനെ എനിക്ക് വിളിക്കാൻ ഇഷ്ടമല്ല എന്ന് പറഞ്ഞത്. അപ്പം വേറൊരു കാര്യമുണ്ട്. ഇപ്പം നമ്മളിപ്പം ഭസ്മം ഇടുന്നു, ഈ ചന്ദനക്കുറി ഇടുന്നു. ചന്ദനക്കുറി ഇടുന്നത് ഈ വെളിയിൽ നിന്നുള്ള നെഗറ്റീവ് കണ്ണ് നമ്മളുടെ ദേഹത്ത് വരാതിരിക്കാനാണ്. അതേസമയത്ത് ഈ ഭസ്മം ഇടുന്നതിൻ്റെ താല്പര്യം എന്തുവാന്ന് വെച്ചാൽ, അതായത് നമ്മളുടെ ഈ ദേഹവും നമ്മളും ഒരു ദിവസം മരിക്കുമ്പം ഈ ദേഹത്തിനെ കത്തിക്കുമ്പം അത് ശാമ്പലാകും. അതാണല്ലോ ഭസ്മം. അപ്പം ഓരോ പ്രാവശ്യവും നമ്മളിങ്ങനെ ഭസ്മം തൊടുമ്പം ഇവിടെ നെറ്റിയിൽ തൊടുന്നു, കയ്യിൽ തൊടുന്നു, ഇവിടെ തൊടുന്നു, ഇതൊക്കെ കുളിച്ചിട്ട് ഇതൊക്കെ ചെയ്തുകൊണ്ടാണല്ലോ എല്ലാവരും ബാക്കി പൂജാകാര്യങ്ങളും സാധനങ്ങളും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ എന്തിനായി അവിടെ പൂശുന്നതെന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കാനാണ്. എന്തായിരുന്നാലും ഒരു ദിവസം നമ്മൾ മരിക്കും, ജനിച്ചവരെല്ലാം മരിക്കും, നമ്മളുടെ ദേഹത്ത് ഇതിനെ കത്തിക്കാം, അപ്പം നമുക്ക് കിട്ടുന്ന ശാമ്പലാണ് ഇത് എന്ന് മനസ്സിലാക്കാൻ, ഓർമ്മിപ്പിക്കാനാണ്. ഓരോ ദിവസവും നമുക്ക് ആ ഓർമ്മ വേണം എന്ന് പറയാനാണ്. അത് അങ്ങനെയൊക്കെ. അതേപോലെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. ഈ കസേരയിൽ ചിലർ കസേര ഇരുന്നേച്ച് എണ്ണിച്ച് പോകുമ്പം പെട്ടെന്ന് ആ കസേരയിൽ പോയി ഇരിക്കരുത് എപ്പോഴും. എന്താണെന്ന് വെച്ചാൽ ആ ഒരുത്തർ ഇരുന്നേച്ച് എണ്ണിച്ച് പോകുമ്പം ആ കസേരയിൽ ചൂട് അങ്ങനെ കാണും. ചിലരുടെ ദേഹമേ ചൂട് ദേഹമാണ്. ചൂട് ദേഹം എന്ന് വെച്ചാൽ ഈ കൈ വെറുതെ നമ്മളിങ്ങനെ തൊട്ടാൽ മതി, ചൂടായിട്ടിരിക്കും. ചിലരുടെ കൈ അങ്ങനെ ചൂടായിട്ടിരിക്കത്തില്ല. അപ്പോൾ ഈ ചൂട് ദേഹമുള്ളവർ ഇരുന്നേച്ച് എണ്ണിച്ചാൽ നമ്മൾ പോയി പെട്ടെന്ന് അതിനകത്ത് ആ കസേര ഇരുന്നാൽ നമുക്ക് അറിയും എന്ത് ചൂട് എന്ന്. അതിനൊക്കെ ഇപ്പം ഇത് നമുക്ക് സ്വാഭാവികമായിട്ട് ഇരുന്നാലേ നമുക്ക് മനസ്സിലാകും. ചിലരിരുന്നേച്ച് പോയ കസേരയിൽ, ചിലർക്ക് മനസ്സിലാവത്തില്ല. അപ്പോൾ ഇതൊക്കെ കണ്ടുപിടിക്കാൻ ഇപ്പം ഒരുപാട് ഉപകരണങ്ങൾ വന്നിട്ടുണ്ട്, ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. അപ്പം ഒരു കസേരയിൽ 72 മണിക്കൂറിന് മുമ്പേ ആരായിരുന്നേച്ച് പോയെന്ന് വരെ നമുക്ക് പറയാൻ പറ്റും, ആ ഹീറ്റ് എനർജി വെച്ചുകൊണ്ട്. അതുപോലെ ഇപ്പം ഈ പോലീസ് എല്ലാം ഈ നായ്ക്കളെ കൊണ്ട് നടക്കുന്നു. എന്താ അവരെ നായ്ക്കളെ അത്രയും നല്ല രീതിയിൽ പട്ടികളെ ട്രെയിൻ ചെയ്യുന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് മണപ്പിച്ച് അറിയാം മനസ്സിലാക്കാനുള്ള കാര്യത്തിനെക്കാട്ടിലും ആ പട്ടികൾക്ക് ഈ സ്മെല്ല് അറിയാനുള്ള ശക്തി കൂടുതലാണ്. അപ്പം ദൈവം നമുക്ക് കൂടുതൽ ബുദ്ധി തന്നിട്ടുണ്ട്. ആ ബുദ്ധി വെച്ച് നമ്മൾ കണ്ടുപിടിച്ചു. നമ്മളെക്കാട്ടിലും ഈ സ്മെല്ല് കൊണ്ട് പല കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ ഈ പട്ടികൾക്ക്, നായ്ക്കൾക്കാണ് അറിവുള്ളത് എന്ന് നമ്മൾ കണ്ടുപിടിച്ച് അവരെയും കൊണ്ട് നടക്കുക, അതുങ്ങളെ കൊണ്ട് നടക്കുക. അപ്പം ഒരുപാട് ഈ ഡെത്ത് നടന്ന കൊലപാതകം നടന്ന സ്ഥലങ്ങളിലൊക്കെ ഈ പട്ടികളെ കൊണ്ടുപോയാൽ അതുങ്ങൾ കണ്ടുപിടിക്കും. മണം വെച്ച് അവരെ ഐഡൻറ്റിഫൈ ചെയ്യും. ഓക്കെ, അങ്ങനെ. അതുമാത്രമല്ല, ഈ സാധകം ചെയ്യുന്നവർ, ഈ മെഡിറ്റേഷൻ ചെയ്യുന്നവർ, യോഗ ചെയ്യുന്നവർ, ഈ സാധന ചെയ്യുന്നവർ അവരുടെ സാധനത്തിനെ തന്നെ വെച്ചോണം. അവരുടെ പേഴ്സണൽ സാധനത്തിനെ മറ്റവരോട് ഷെയർ ചെയ്യരുത്. അതുമാത്രമല്ല, മറ്റവരുടെയും നമ്മൾ ഉപയോഗിക്കരുത്.
ഈ പേഴ്സണൽ സാധനം എന്ന് വെച്ചാൽ എന്തുവാ? ബെഡ്, ബെഡ്ഷീറ്റ്, തലേണ, തല ചീകുന്ന ചീപ്പ്, തോർത്ത്, ഡ്രസ്സുകൾ, അങ്ങനെ എന്താ വെച്ചാൽ ഇത് എല്ലാത്തിലും അവനവൻ്റെ കർമ്മ പതിഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? അതായത് കഴിക്കുന്ന പ്ലേറ്റ്, കുടിക്കുന്ന ഗ്ലാസ്, ഇതെല്ലാം കൂടെ തന്നെ വെച്ചേക്കണം. ഇപ്പോൾ കൊച്ചിലേ ഞങ്ങളുടെ വീട്ടിൽ കൂട്ടുകുടുംബമായിരുന്നു. 10 പേരെങ്കിലും കുറഞ്ഞത് കാണും അറ്റ് എ ടൈം കഴിക്കാൻ. പക്ഷേ ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെയാണ് പ്ലേറ്റ്. അവരവരുടെ ഗ്ലാസ്, അവരവരുടെ പ്ലേറ്റ്. കഴിക്കാൻ സമയത്ത് അവരവരുടെ പ്ലേറ്റ് കഴുകി ഗ്ലാസ്സിലൊരു ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ട് വന്നിരിക്കണം. കഴിച്ച പിന്നീട് ഞങ്ങളുടെ പ്ലേറ്റ് ഞങ്ങൾ തന്നെ, അവനവൻ്റെ പ്ലേറ്റ് അവനവൻ കഴുകി കമത്തണം ആ സ്ഥലത്ത്. അതൊക്കെ എന്തുവാന്ന് വെച്ചാൽ ഈ അവരവരുടെ കർമ്മനെ നമ്മൾ കഴിക്കാൻ ഇവിടെ പാടുപെടുന്നു. ഇനി മറ്റവരുടെ എല്ലാ സാധനങ്ങളൊക്കെ എടുത്ത് മിക്സ് ചെയ്യുമ്പം ഇതെല്ലാം എല്ലാവരുടെ കൂടെയും പരവും. അപ്പം കൂടുതൽ നമ്മൾ കർമ്മനെ കുറയ്ക്കാൻ നോക്കുന്നു. അതേ സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം കൂടുതൽ മറ്റവരുടെ കർമ്മയും നമ്മളെ പറ്റിപ്പിടിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം വാഷിംഗ് മെഷീനിൽ ഇടുന്നത് കൂടെ, വാഷിംഗ് മെഷീനിൽ ഇപ്പോൾ ഒരു ഫാമിലിയിൽ 4 പേരുണ്ടെങ്കിൽ ആ 4 പേർക്കും എത്രയോ കോമൺ കർമ്മയും ഉണ്ട്. അതേ സമയത്ത് വേറെ ഒരു ഫാമിലിയുടെ തുണികളിടുമ്പം വാഷിംഗ് മെഷീനിലിടുമ്പം നമ്മുടെ തുണി അതിൻ്റെ കൂടെ പോകരുത്. അപ്പം എല്ലാമേ നമ്മൾ മാറ്റി തന്നെ വെച്ചാൽ മാത്രമേ നമുക്ക് ഈ മറ്റവരുടെ കർമ്മയോടെ മിക്സ് ചെയ്യാതിരിക്കത്തുള്ളൂ. അതിന് ഇമ്പോർട്ടൻ്റായിട്ട് വേറൊരു കാര്യം എൻ്റെ പ്രദീപ് വിജയ് ഗുരു എന്നും പറയും, മെഡിറ്റേഷൻ ചെയ്യുന്നവരെ സ്വയം വെച്ച് കഴിക്കണം, മറ്റവർ വെച്ചതിനെ കഴിക്കാൻ പാടില്ല. എന്താണെന്ന് വെച്ചാൽ മറ്റവർ വയ്ക്കുമ്പം അവരുടെ മനോഭാവം എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അവർക്ക് ചിലപ്പം ദേഷ്യമായിരിക്കാം, ചിലപ്പം വെറുപ്പായിരിക്കാം, ചിലപ്പം പുറത്തുകൊണ്ടായിരിക്കും എന്തെങ്കിലും ചെയ്യുന്നത്. അവർക്ക് മനസ്സിന് ചിലപ്പം വലിയ മനപ്രയാസം കാണും. ചിലപ്പം ചിലരെ പ്രാഹിക്കൊണ്ടായിരിക്കും ചെയ്യുന്നത്. അപ്പം ഈ ആര് ഏത് മനോഭാവത്തിലിരിക്കുമ്പം ചെയ്യുന്നോ അതെല്ലാം ആ ഫുഡിൽ വരും. അപ്പം നമ്മളത് കഴിക്കുമ്പം നമ്മൾക്കും അത് തിരിച്ചും ഇങ്ങനെ റീസൈക്കിളായിക്കൊണ്ടിരിക്കും. അത് പ്രദീപ് ജയ് സാർ എപ്പോഴും പറയും, ഒന്നീ നിങ്ങളായിട്ട് കഴിക്കണം. ഇപ്പം അഗസ്ത്യർ ധ്യാന കൂടത്തിൽ പോകുമ്പം അവിടെ ഉള്ള സ്ത്രീ സാർ പറഞ്ഞു തന്നു, ഈ സ്ത്രീ 2 നേരം മെഡിറ്റേഷൻ ചെയ്യും. ആ കണ്ടീഷനിലാണ് അവരെ കുക്കായിട്ട് അവിടെ വെച്ചിരിക്കുന്നത്. രാവിലെയും വൈകുന്നേരവും മെഡിറ്റേഷൻ ചെയ്യും. അതുകൊണ്ട് മാത്രമാണ് അവർ പാചകം ചെയ്യുന്ന ഫുഡിനെ സാർ വരെ കഴിക്കുന്നത്, നമ്മളെല്ലാവർക്കും തരുന്നത്. ഒന്നീ മെഡിറ്റേഷൻ ചെയ്യുന്നവർ ചെയ്തതിനെ കഴിക്കാം, മറ്റ് മെഡിറ്റേറ്റേഴ്സ് കഴിക്കാം. അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുന്നവർ ചെയ്തത് സാധാരണ ആൾക്കാർക്ക് കഴിക്കാം. പക്ഷേ ഈ സാധാരണ ആൾക്കാർ ചെയ്യുന്നത് മെഡിറ്റേഷൻ ചെയ്യുന്നവർ കഴിക്കാൻ പാടില്ല. അതുമാത്രമല്ല, ആര് ഏത് മനോഭാവത്തിലിരിക്കുമ്പം ചെയ്താലും അതിനാണ് ബ്രാഹ്മിൺസൊക്കെ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കുറച്ച് വെള്ളം എടുത്ത് അവരുടെ ഇലയെ ചുറ്റി ഇങ്ങനെ ഒഴിക്കും, അല്ലെങ്കിൽ പ്ലേറ്റിനെ ചുറ്റി ഒഴിച്ചിട്ട് ബ്രഹ്മാർപ്പണം ശ്ലോകം ഉണ്ടല്ലോ, ബ്രഹ്മാർപ്പണം, ഞാൻ കഴിക്കുന്നതും ബ്രഹ്മയാണ്, എനിക്കിത് ഈ ഫുഡ് തന്നതും ബ്രഹ്മയാണ്, അതിനെ ഉൾവാങ്ങുന്നതും ബ്രഹ്മമാണ്, എല്ലാമേ ബ്രഹ്മ എന്നുള്ള രീതിയിൽ ബ്രഹ്മാർപ്പണം, അല്ലെങ്കിൽ അന്നപൂർണേ സദാപൂർണേ ആ ശ്ലോകം പറയാം. അല്ലെങ്കിൽ ഒന്നും വേണ്ട, നമഃശിവായ പറയാം. അല്ലെങ്കിൽ ചില റേക്കി സിമ്പിൾസ് ഇടാം. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പം ആ ഫുഡ് പ്യുവറാകും, നല്ല ഫുഡാകും. അതിന് പിന്നെ അത് നമുക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ടച്ച് എന്ന് വെച്ചാൽ ഈ കൈ പിടിക്കുന്നത്, കൈ വഴിയായിട്ട് കർമ്മ ഒരുപാട് പാസ്സാകും. അപ്പം മറ്റവരുടെ കർമ്മ നമ്മളെ ബാധിക്കരുതെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും തന്നെ ഇരിക്കണമെന്ന് വെച്ചാലേ ചിലർക്കുണ്ട് എപ്പോൾ നോക്കിയാൽ ഈ കൈ തൊട്ട് സംസാരിക്കും, അല്ലെങ്കിൽ മുഖത്ത് ഇങ്ങനെ തൊടും. ഈ തൊട്ട് സംസാരിക്കുന്നതൊക്കെ ഒരു നല്ല ഒരു സ്വഭാവമല്ല. എപ്പോഴുമേ കുറച്ച് മാറിയിരിക്കണം. എന്താണെന്ന് വെച്ചാൽ ഈ തൊടുന്നതിൽ
ഈ ഇത് നോർത്ത് ഇന്ത്യൻസിന് ഒരു ഇതുണ്ട്, ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ ഹഗ് ചെയ്യും, ഇങ്ങനെ കെട്ടിപ്പിടിച്ച് അവരുടെ സന്തോഷത്തിനെ അവർ പങ്കിടുവാണ് അങ്ങനെ. പക്ഷേ ഈ ദേഹരീതിയായിട്ട് തൊടുന്നതും ഇങ്ങനെ ഹഗ് ചെയ്യുന്നതും കെട്ടിപ്പിടിക്കുന്നതും ഇതെല്ലാം കൂടെ കർമാവിനെ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അതേമാതിരി ഇനിയൊന്ന് ഹാൻഡ് ഷേക്ക്. ഫോറിനേഴ്സ് എല്ലാം ദേ ഷേക്ക് ഹാൻഡ്സ്. ത്രൂ ദ ഹാൻഡ്സ്, കൈവഴി കർമ്മ പാസ്സാകും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഹാൻഡ് ഷേക്ക് ചെയ്യത്തേയില്ല. ഇപ്പോഴാണ് എല്ലാം ഫോറിനേഴ്സിനെ കണ്ടുകൊണ്ട് കോട്ടും സൂട്ടും നമുക്ക് ചേരാത്ത സാധനങ്ങളാണ് നമ്മൾ ഇടുന്നത്. ഈ ചൂടത്ത് കോട്ടും സൂട്ടും ടൈയും ഷൂസും സോക്സും ഇതെല്ലാം വേണ്ടാത്ത കാര്യങ്ങളാണ്. നമ്മളുടെ ഈ ചൂടിന് ഇതൊന്നും വേണ്ട. നമുക്ക് മുണ്ടും സാരിയും അതൊക്കെയാണ് നല്ലത്. അവർക്ക് അവിടെ ഫോറിൻ കൺട്രീസിൽ അവർക്ക് സഹിക്കാൻ വയ്യാത്ത തണുപ്പായ കൊണ്ടാണ് സോക്സ് ഇട്ട് ഷൂസ് ഇട്ട് ഇറുക്കി മൂടി കയ്യിൽ ഗ്ലൗസ് ഇട്ട് കഴുത്തിനെ ചുറ്റി കഴുത്തിലും കാതിലും ഒക്കെ പോകാതിരിക്കാനാണ് ഈ ടൈ കെട്ടുന്നത് എന്ന് പറയുന്നത്. ഫുൾ ഹാൻഡ് ഷർട്ട് ഇടുന്നത്, പാൻറ് ഇടുന്നത്, ഇതൊന്നും നമ്മളുടെ ഇന്ത്യയുടെ ശീതോഷ്ണം വെച്ചാൽ അതിൻ്റെ ക്ലൈമറ്റിന് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് അതൊന്ന്. അപ്പം നമ്മൾ ഇങ്ങനെ ഷേക്ക് ഹാൻഡ്സ് ചെയ്യത്തില്ല. നമ്മളെപ്പോഴും നമസ്തേ അല്ലെങ്കിൽ വണക്കം. നമസ്തേ പറയുന്നത് 2 രീതിയിലാണ്, 2-3 രീതിയിൽ അത് നല്ലതാണ്. നമസ്തേ എന്ന് പറയുമ്പം മറ്റവരെ തൊടുന്നില്ല, ഒരു ഡിസ്റ്റൻസിലാണ് അവരെ വെച്ചിരിക്കുന്നത്. അതുമാത്രമല്ല ഈ 2 കൈ എപ്പോഴും ഇങ്ങനെ ചേർക്കുമ്പോൾ ഉണ്ടല്ലോ, ഈ നമ്മുടെ പഞ്ചഭൂതങ്ങളെല്ലാം ബാലൻസ് ആവും. അതുകൊണ്ടാണ് ഈ കയ്യടി എന്ന് പറയുന്നത്. ഈ കയ്യടിക്കുന്നത് എന്തിനാണോ? കയ്യടിക്കുന്നത് മറ്റവരെ പ്രോത്സാഹിപ്പിക്കാൻ മാത്രമല്ല. നമ്മൾ ചുമ്മാ ഇങ്ങനെ കൈ തട്ടിക്കൊണ്ടിരുന്നാലേ നമ്മളുടെ പഞ്ചഭൂതങ്ങളും ഇതാകും. ഈ ഫിംഗർ ടിപ്സ് ഇല്ലയോ, ഈ വിരലിൻ്റെ നുനി ഭാഗത്ത് ചക്രാസുണ്ട്. നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോഴൊക്കെ നമുക്കത് നല്ല ഫീലാകും. ഫസ്റ്റ് നമുക്ക് ഈ ചക്രാസ് ചുറ്റുന്നത് അറിയണമെങ്കിൽ ഇവിടെയായിരിക്കും ആദ്യം നമുക്കറിയുന്നത്. അത് തുടക്കത്തിലേ നമുക്കറിയും, ഇങ്ങനെ കുറുകുറുന്നറിയും. അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ കൈ തട്ടുമ്പം, കൈ ഒന്നിച്ച് വയ്ക്കുമ്പം ഈ ചക്രാസ് എല്ലാം ആക്ടിവേറ്റ് ആകും. അപ്പം പഞ്ചഭൂതങ്ങൾ ഈക്വലൈസ് ചെയ്യാനും ഈ ചക്രാസിനെ ആക്ടിവേറ്റ് ചെയ്യാനും അത് ചുമ്മാ ഇരിക്കുമ്പോഴേ ഈ സാധനയൊക്കെ ചെയ്യുന്നതിന് മുമ്പേ ഇങ്ങനെ കൈതട്ടാൻ പറയുന്നത് നമുക്ക് ഈ ചക്രാസിനെ ആക്ടിവേറ്റ് ചെയ്യാനാണ്. ഈ ചെറിയ ചക്രാസിനെയെല്ലാം ആക്ടിവേറ്റ് ചെയ്യാനാണ്. സോ അങ്ങനെ 2-3 കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൈതട്ടുന്നത്. പിന്നെ ഈ നമസ്കാരം പറയുന്നത്, ഈ നമസ്കാരം ചെയ്യുമ്പോൾ ഇനിയൊരു കാര്യമുണ്ട്. എന്തുവാണോ, ഒരാളിനെ തൊഴുന്നതോ അല്ലെങ്കിൽ നമസ്കാരം അല്ലെങ്കിൽ വണക്കം എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്തുവാന്ന് വെച്ചാൽ, അയാളെ അല്ല നമ്മൾ തൊഴുന്നത്, അയാളിൻ്റെ ദേഹത്തിനകത്തിരിക്കുന്ന ആത്മാവിനെയാണ് നമ്മൾ തൊഴുന്നത്. അതായത് എന്നുള്ളിൽ ഒരാത്മാവുണ്ട്, അതേ ആത്മാവാണ് നിൻ്റെ ഉള്ളിലും. അപ്പോൾ ആ ആത്മായ്ക്ക് പ്രണാമം, അതാണ് നമ്മളിങ്ങനെ തൊഴുന്നത്. അപ്പം ഇതൊക്കെ ആലോചിച്ച് നോക്കിയാൽ ഇന്ത്യൻ കൾച്ചർ എത്ര റിച്ചാന്നുള്ളത് നമുക്ക് മനസ്സിലാകും. ഇന്ത്യയിൽ ജനിക്കുന്നതിനെ സ്പെഷ്യലായിട്ട് കുറേ പുണ്യങ്ങൾ ചെയ്തിരിക്കണം, ഇല്ലയോ? അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ഈ ഭൂതശുദ്ധി എന്ന് പറയുന്നതിൽ നമ്മൾ ഭൂമാദേവി, ഭൂമിയെ ദേവിയായിട്ട് അമ്മയായിട്ടാണ് നമ്മൾ തൊട്ട് നമസ്കരിക്കുന്നത്. ഭൂമാദേവിയായിട്ടാണ് നമ്മൾ കാണുന്നത്. പിന്നെ വെള്ളം, ഏത് വെള്ളം കിട്ടിയാലും അതിനെ ഗംഗാവെള്ളമായിട്ട് വിചാരിച്ച് വേണം നമ്മൾ കുടിക്കാനും കുളിക്കാനും. ഒരു ശ്ലോകം പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, ഗംഗേ യമുനേ ചൈവ ഗോദാവരി സരസ്വതി. ആ ശ്ലോകം പറഞ്ഞിട്ട് വേണം കുളിക്കാൻ. അതുമാത്രമല്ല ഈ ഓടുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് നമ്മുടെ കർമാവിനെ കഴിക്കും. ഞാൻ അന്നേ പറഞ്ഞല്ലോ, ഞാൻ കുളിക്കുമ്പം അത് ബക്കറ്റിൽ നിന്ന് കോരി ഒഴിച്ചാലും ശരി, ഷവറിൽ കുളിച്ചാലും ശരി, ഞാൻ ആദ്യം മനസ്സിൽ സങ്കല്പിക്കും, ഞാനിപ്പം കുളിക്കുന്ന ഈ വെള്ളം എല്ലാ പുനിത നദികളുടെ വെള്ളത്തിൻ്റെ സംഗമമാണ്. അപ്പം ഈ വെള്ളം കൊണ്ട് ഞാൻ കുളിക്കുമ്പം എൻ്റെ ഫിസിക്കൽ ബോഡി, മെൻ്റൽ ബോഡി, എനർജി ബോഡി, ഈ 3 ബോഡിയും ക്ലീൻ ആവുന്നു.
അപ്പം നമ്മളിട്ട് കുളിക്കുന്ന സോപ്പ് കൊണ്ടോ അല്ലെങ്കിൽ ഈഞ്ച കൊണ്ട് ഈഞ്ച കൊണ്ടൊക്കെ തേക്കുമ്പോൾ വേർപ്പും പൊടിയും അഴുക്കും ഒക്കെ പോകും, അത് വേറെ കാര്യം. പക്ഷേ അതിനു പുറമെ ഈ നല്ല വെള്ളത്തിൽ എല്ലാ പുനിത നദികളുടെയും സംഗമമായ ഈ വെള്ളത്തിൽ കുളിക്കുമ്പം എൻ്റെ ഫിസിക്കൽ ബോഡി, മെൻ്റൽ ബോഡി, എനർജി ബോഡി വരെ ശുദ്ധമാകണേ എന്ന് സങ്കല്പിച്ചുകൊണ്ട് വേണം നമ്മൾ കുളിക്കാൻ. അപ്പം അതുമാത്രമല്ല, ഈ നദിയിൽ കുളിക്കുന്നത് നല്ലതാണ്. കടലിൽ കുളിക്കുന്നത് ഏറ്റവും നല്ലതാണ്. കടൽ വെള്ളത്തിലുള്ള ഉപ്പ് നമ്മളുടെ കർമാവിനെ കരച്ച് കളയും, അലിച്ച് കളയും. അതാണ് ഇപ്പോൾ എപ്പോഴും നമുക്ക് കടലിൽ പോയി കുളിക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും നമ്മൾ? വേറൊരു നല്ല ഒരു കാര്യം നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. അതായത് ഇപ്പം ആരെങ്കിലും നമ്മുടെ വീട്ടിൽ വരുന്നു, സാരമില്ല, ഇത്രയും പ്രായത്തിൽ ഇത്രയും ജോലിയൊക്കെ ചെയ്യുന്നല്ലോ, അതാണ് കണ്ണ് വയ്ക്കുന്നു എന്ന് പറയുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കണ്ണ് വയ്ക്കുന്നു എന്നുള്ളത് സത്യമാണ്. ഈ കണ്ണ് വയ്ക്കുന്നു എന്ന് പറയുമ്പോൾ എന്തുവാ? അവരുടെ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിനെ, നെഗറ്റീവ് എനർജിയെ നമ്മളുടെ പുറത്ത് അയക്കുക. ചിലപ്പം കാഷ്വലായിട്ട് പറയുന്നതായിരിക്കാം, പക്ഷേ ചിലരുടെ കണ്ണെന്ന് പറയുന്നത് ഭയങ്കര ഒരു കണ്ണാണ്. അവരെ കണ്ടിട്ട് പോയാൽ അന്ന് പനി വരും, അന്ന് കിടപ്പിലാകും. സാരമില്ല, ഇത്രയും നന്നായിട്ട് ജോലി ചെയ്യുന്നല്ലോ, ഈ പ്രായത്തിലും ഓടി നടന്ന് അടുക്കള ജോലിയൊക്കെ ചെയ്യാൻ പറ്റുന്നല്ലോ, ആരെങ്കിലും ഒന്ന് കണ്ടാൽ മതി. അതേമാതിരി ഒരു സാധനം നമ്മുടെ കയ്യിലുണ്ട്, ഇത് നല്ല ഭംഗിയാണ്, ഇതുപോലെ എനിക്ക് വേണമായിരുന്നു, ഞാൻ തേടി നോക്കി, അന്ന് ആ സാധനം പൊട്ടിയിരിക്കും. അതാണ് ഈ കണ്ണ് വയ്ക്കുന്നു പറയുന്നത്. അപ്പോൾ ഈ കണ്ണ് വയ്ക്കുന്നു പറയുന്നത് എന്തുവാ? നെഗറ്റീവ് എനർജിയാണ്. അവരുടെ നെഗറ്റീവ് എനർജിയാണ് നമ്മളെ ബാധിക്കുന്നത്. അങ്ങനെയൊക്കെ ഏതെങ്കിലും ഇപ്പം അതുമാത്രമല്ല, ഇപ്പം നമ്മൾ നല്ല ഡ്രസ്സ് ചെയ്ത് ഒരുങ്ങി ഒരു കല്യാണത്തിന് പോകുന്നു. അപ്പം 4 പേര് നമ്മളെ അറിയാത്തവർ പോലും നമ്മളെ ചിലപ്പം കണ്ട് രസിക്കും. നല്ല മുഖം, അല്ലെങ്കിൽ നല്ല മൂക്ക്, അല്ലെങ്കിൽ നല്ല സംസാരം, നല്ല ഒരു ഇതാണ്, നല്ല ഒരു സ്ത്രീയാണ്, കണ്ടാൽ കൊള്ളാം. ചിലർക്ക് ചിലരെ ഇഷ്ടപ്പെടും. അപ്പം ഇഷ്ടപ്പെട്ട് സാധാരണമായിട്ട് നോക്കിയാൽ കുഴപ്പമില്ല. ചിലർ ഈ കണ്ണ് വയ്ക്കുന്ന പോലെ, എന്തോ ഒരു കളറാ, നല്ല കളറ്, അങ്ങനെയൊക്കെ കണ്ണ് വയ്ക്കുക. അല്ലെങ്കിൽ എന്തോ ഒരു നല്ല സാരി, ആ സാരി വീട്ടിൽ കയറുന്നതിന് മുമ്പേ എവിടെയെങ്കിലും കൊണ്ട് കയറും. അത്രയ്ക്ക് കണ്ണാണ് ചിലരുടെ ദേഹത്തു നിന്ന് വരുന്ന നെഗറ്റീവ് എനർജി. അങ്ങനെ ഉള്ളപ്പം നമ്മൾ അതിനെ മാറ്റാനായിട്ട് വീട്ടിലെന്ത് ചെയ്യണമെന്നോ? കല്ലുപ്പ് വെച്ച് കുളിക്കണം. ഇപ്പം ഒരുപാട് കല്ലുപ്പ് വരുന്നുണ്ട്. ഈ ഫൈൻ സോൾട്ട്, അയഡൈസ്ഡ് സാൾട്ട് അല്ല, കല്ലുപ്പ് എന്ന് പറയുന്നതാണ് അസലായിട്ടും ഉള്ള ഉപ്പ്. ഇപ്പം ഞാനൊക്കെ കൊച്ചിലെ എൻ്റെ അമ്മയുടെ വീട്ടിലൊക്കെ ഞങ്ങളൊക്കെ കല്ലുപ്പാണ്. കല്ലുപ്പ് അറിയാവോ? ഈ അയഡൈസ്ഡ് സോൾട്ടൊന്നും ഫ്രീ ഫ്ലോ അതൊന്നും അപ്പം ഇല്ല. അപ്പം അമ്മയൊക്കെ എന്താ ചെയ്യും? ഒരു ചെറിയ ജാടിയിൽ, ഒരു ഭരണിയിൽ കല്ലുപ്പിട്ട് വെള്ളം ഒഴിച്ച് അതിനെ ആദ്യത്തെ മേളിയുള്ള അഴുക്കെല്ലാം വരും, അതെടുത്ത് കളഞ്ഞിട്ട് വീണ്ടും വെള്ളം ഒഴിച്ച് കലക്കി വയ്ക്കും. ഈ ഉപ്പ് വെള്ളമാണ് സാമ്പാറിലും കൂട്ടാനിലും ഒക്കെ ഒഴിക്കുന്നതും നമുക്ക് തൈരിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ തരുന്നതും അതാണ്. പിന്നെയാണ് ഈ അയഡൈസ്ഡ് സാൾട്ടൊക്കെ വന്നത്. ഓക്കെ, അതൊരു വേറെ കഥ. അങ്ങനെ അപ്പം ഞാൻ എന്തോ പറയുന്നത്, നമുക്ക് ഈ കണ്ണ് വയ്ക്കുന്നു പറയുമ്പോൾ നമ്മൾ ഉഴിഞ്ഞിടാറുണ്ട്. ഉഴിഞ്ഞിടും വെച്ചാൽ ചിലരെ വന്നിട്ട് പോകുമ്പോഴേ നമ്മുടെ വീട്ടിൻ്റെ നടയിൽ നിന്നുള്ള മണ്ണെടുക്കുമെന്ന് വെച്ചാൽ അവരുടെ കാൽപാദം പെട്ട മണ്ണ് എടുത്തുകൊണ്ട് വന്ന് പിന്നെ ഈ ഉള്ളിത്തൊലിയും ചുമന്ന മുളകും കടുകും ഒക്കെ ഇട്ട് ചുറ്റിക്കളഞ്ഞ് കത്തിക്കും. അപ്പോൾ ഈ കത്തിക്കുമ്പം സ്മെല്ല് വന്നാൽ, ഈ മുളകൊക്കെ കത്തിക്കുമ്പം നല്ല സ്മെല്ല് വന്നാൽ കണ്ണില്ല എന്നർത്ഥം. ചിലപ്പം എത്ര മുളകിട്ട് കത്തിച്ചാലും സ്മെല്ലേ വരത്തില്ല. അതിൻ്റെ അർത്ഥം ശരിക്കും കണ്ണുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ എന്തുവാന്ന് വെച്ചാൽ നമ്മുടെ ഈ മറ്റവരുടെ നെഗറ്റീവ് കർമ്മ നമ്മളുടെ ദേഹത്തിനെ എത്ര ദൂരം ബാധിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അതുകൊണ്ട് അപ്പോൾ എന്ത് ചെയ്യണം? ഈ കല്ലുപ്പിട്ട് എങ്ങനെ കുളിക്കണമെന്ന് വെച്ചാൽ 1/2 ബക്കറ്റ് വെള്ളത്തിൽ നിറച്ച് 2 കൈ നിറച്ച് അല്ലെങ്കിൽ ഒരു 1/2 പാക്കറ്റ് കല്ലുപ്പിട്ട് നല്ല കലക്കി ആദ്യം അതിനെ കുറേശ്ശെ തല തൊട്ട് ദേഹം മുഴുക്ക ഒഴിക്കണം. അങ്ങനെ അപ്പോൾ ഈ കല്ലുപ്പ് നമ്മുടെ ദേഹത്ത് പെട്ട് ഇങ്ങനെ താഴെ വീഴുമ്പം ഈ എനർജി ബോഡിയിലുള്ള ഈ കണ്ണേറ് പെടുന്നു എന്ന് പറയുന്നില്ലേ, ഈ കണ്ണേറ്, ഈ നെഗറ്റീവ് കണ്ണ്, ഇതെല്ലാം വെളിയിൽ പോകും. പിന്നെ
ബക്കറ്റെല്ലാം കഴുകിയിട്ട് പിന്നെ തിരിച്ച് നല്ല വെള്ളം ഒഴിച്ച് നേരത്തെ പോലെ എപ്പോഴും കുളിക്കുന്ന പോലെ സോപ്പിട്ട് കുളിക്കണം. അങ്ങനെ കടൽ വെള്ളത്തിൽ കുളിക്കുന്നത്, നദിയിൽ കുളിക്കുന്നത് ഇതൊക്കെ നല്ലതാണ്. അങ്ങനെ ചെയ്യാൻ പറ്റാത്തവർ കല്ലുപ്പിട്ട് വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു 10 ദിവസം കൂടുമ്പോൾ, ഒരു 15 ദിവസം കൂടുമ്പോൾ ചെയ്യണം. അങ്ങനെ അത്രയും ചെയ്തില്ലെങ്കിലും ആരെങ്കിലും ഇങ്ങനത്തെ ആൾക്കാർ നമ്മുടെ വീട്ടിൽ വന്നിട്ട് പോകുമ്പം, അല്ലെങ്കിൽ അവരുടെ കൂടെ നമ്മൾ വേറെ എവിടെയെങ്കിലും കോമൺ ആയിട്ട് പോകുന്ന സ്ഥലത്ത് കണ്ടാൽ അതിന് പിന്നെ നമുക്ക് വീട്ടിൽ വന്ന് ഇതൊക്കെ ചെയ്യണം. അതേപോലെ സദ്ഗുരു പറയുന്നത് എയർ വാഷ് ഇപ്പം കാർ വാഷ് കാറ് കൊണ്ട് കൊടുത്താൽ അവർ നല്ല വെള്ളമായിട്ട് അടിച്ച് എല്ലാം ക്ലീൻ ചെയ്ത് തരും. അതുപോലെ എയർ വാഷ് എന്ന് വെച്ചാൽ നല്ല കാറ്റടിക്കുമ്പം ഈ കാറ്റ് പോകുന്ന ദിക്കിൽ നമ്മളിങ്ങനെ കൈ രണ്ടും വിരിച്ച്, അതായത് നമ്മുടെ ദേഹത്ത് മൊത്തം ആ കാറ്റ് പെടുന്ന പോലെ കുറച്ച് നേരം നിൽക്കണം. ആ കാറ്റിന് പോലും നമ്മളുടെ നെഗറ്റീവ് എനർജിയെ എടുത്തു കളയാനുള്ള ശക്തിയുണ്ട്. അതായത് ദേഹത്തിലുള്ള നെഗറ്റീവ് എനർജിയെ എടുത്തു കളയാനുള്ള ശക്തിയുണ്ട് എന്ന് പറയുന്നു. അതേമാതിരി ഫയർ വാഷ് എന്ന് പറയുന്നതാണ് ഈ തട്ടത്തിൽ കർപ്പൂരം കത്തിച്ച് ഇങ്ങനെ ആരത്തി എടുക്കുന്നത്. അത് ഫയർ വാഷ്. ഈ ഫയർ വാഷ് ഇന്നൊരു രീതിയിൽ സദ്ഗുരുവിന് ചെയ്യുന്നത് ഞാൻ 1-2 പ്രോഗ്രാം കണ്ടപ്പം, അറ്റൻഡ് ചെയ്തപ്പം കണ്ടു. ഈ സംയമയ്ക്കും വേറെ 1-2 പ്രോഗ്രാമിനും ഇപ്പോൾ സദ്ഗുരു വരുന്നു. സദ്ഗുരുവിന് വരാൻ തനി ഒരു പാതയുണ്ട്. അതുവഴിയായിട്ട് വന്ന് സ്റ്റേജിലിരിക്കത്തില്ല. സ്റ്റേജിലിരിക്കുന്നതിന് മുമ്പേ വേറൊരാൾ എങ്ങനെ ചൂടം കൊണ്ട് ആരതി കാണിക്കുന്നോ ദൈവത്തിന് അമ്പലത്തിൽ, അതുപോലെ ഒരാൾ ആ സാധനത്തിൽ കുറേ കർപ്പൂരം ഇട്ട് വെച്ചേക്കും. സദ്ഗുരു വന്നുടനെ 2 കൈ ഇങ്ങനെ നീട്ടും. ഇങ്ങനെ കൈ നീട്ടുമ്പോൾ അങ്ങേര് ഫ്രണ്ടിൽ ഒരു 3 പ്രാവശ്യം, ബാക്കിൽ ഒരു 3 പ്രാവശ്യം ഇങ്ങനെ കാണിച്ച് ആ നെഗറ്റിവിറ്റിയൊക്കെ കളയും. അതാണ് ഫയർ വാഷ്. സോ എയർ വാഷ്, ഫയർ വാഷ്, മഡ് വാഷ് ഇതൊക്കെ ചെയ്യുന്നത് ഈ നമ്മുടെ ദേഹത്തിൽ ഒട്ടിക്കിടക്കുന്ന, അതായത് പറ്റി പിടിച്ചിരിക്കുന്ന നെഗറ്റീവ് കർമാസിനെയൊക്കെ മാറ്റാം. പിന്നെ ഇനിയൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ കാവി ഡ്രസ്സ്, ഈ ഒരുപാട് പേര് ഈ യോഗികളും ഈ തുറവികളൊക്കെ, സന്യാസികൾ, തുറവി എന്ന് വെച്ചാൽ സന്യാസികൾ ഈ കാവി ഡ്രസ്സാണല്ലോ ഉടുക്കുന്നത്. ഈ കാവി ഡ്രസ്സ് ഉടുക്കുന്നത് ശീലം എങ്ങനെ വന്നു എന്ന് വെച്ചാൽ, ഈ മണ്ണ് അവർ പണ്ടേ കാലത്ത് എന്ത് ചെയ്യും വെച്ചാൽ, മണ്ണിനെ എടുത്ത് ഈ അരിപ്പ പോലെ ഒരു സാധനത്തിലിട്ട് ജലിക്കും. അരിച്ചരിച്ചരിച്ച് വളരെ ഫൈനായിട്ടുള്ള മണ്ണെടുക്കും. ആ മണ്ണിനെ ദേഹം മുഴുക്ക അവർ പൂശും. അതുമാത്രമല്ല, അങ്ങനത്തെ മണ്ണിനെ വെള്ളത്തിൽ കലക്കി അതിലവരുടെ ഡ്രസ്സിനെ മുക്കും. ഡ്രസ്സിൽ മുക്കിയിട്ട് അതിനെ ഉണക്കി ഉടുക്കും. അങ്ങനെയാണ് ഈ കാവി ഡ്രസ്സ് ഉടുക്കാൻ ഇടയായത്. ഈ കാവി കളർ വന്നതിൻ്റെ കാരണം അതാണ്. ഈ ചെമ്മണ്ണായിരിക്കും അവരെടുത്ത് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ കാവി ഡ്രസ്സ് വന്നത്. അത് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഭൂമാദേവിക്ക് കൊടുക്കുന്ന മര്യാദ. അതായത് ഈ ദേഹം ഞാൻ മരിക്കുമ്പം ഈ ദേഹം തിരിച്ച് എവിടെ പോകും? ഭൂമാദേവിക്ക് തന്നെ പോകും. ഒന്നീ കത്തിക്കും, അല്ലെങ്കിൽ പുതയ്ക്കും. എന്തായിരുന്നാലും കത്തിക്കുമ്പോൾ എന്തോ ആകുന്നു, നമ്മളുടെ ദേഹത്തിലുള്ള പഞ്ചഭൂതങ്ങളെയും നമ്മൾ റിലീസ് ചെയ്യുന്നു. അത് അറ്റ്മോസ്ഫിയറിൽ പോകുന്നു, അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ പോകുന്നു. ആ പഞ്ചഭൂതങ്ങൾ വേറെ ഒരു സ്ഥലത്ത് വേറെ ദേഹത്തിൽ ഉണ്ടാകുന്നു. അപ്പം നമ്മൾ ഭൂമിയിൽ നിന്ന് വന്നു, ഭൂമിക്ക് ഇത് കൊടുക്കുന്നു എന്നുള്ളതിനെ അടയാളപ്പെടുത്താൻ വേണ്ടിയാണ് അവർ ഈ കാവി ഡ്രസ്സ് ഉടുക്കുന്നത്. അതേമാതിരി ഈ കല്യാണത്തിൽ അത് സൗത്ത് ഇന്ത്യയിലും ഉണ്ട്, നോർത്ത് ഇന്ത്യയിലും ഉണ്ട്. ഒരുപാട് നോർത്ത് ഇന്ത്യൻ മാരേജസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഞാൻ. അതിലും അങ്ങനെ കാണിക്കും. ഈ 2 പേരുടെയും തുണി കെട്ടും, പിന്നെ ഹോമം വളർത്ത് ആ തീനെ ചുറ്റി വരും. 3 പ്രാവശ്യം 7 പ്രാവശ്യം ചുറ്റി വരും. പിന്നെ അമ്മി ചവിട്ടും, അരുന്ധതിയെ കാണിക്കും.
പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഈ ആൾക്കാർ, അതായത് ഈ കല്യാണം നടത്തി വയ്ക്കുന്ന ബ്രാഹ്മിൻസ് എല്ലാം ഉണ്ടല്ലോ, അവർ പുരോഹിതർ, പണ്ഡിതർ എന്നൊക്കെ പറയും, അവർ ഒരുപാട് കാര്യങ്ങൾ ഈ ശ്ലോകങ്ങളൊക്കെ പറയുന്നില്ലയോ, ശ്ലോകങ്ങൾ സാൻസ്ക്രിറ്റിലായതുകൊണ്ടാണ് നമുക്ക് മനസ്സിലാവാത്തത്. പക്ഷേ ഓരോ ശ്ലോകത്തിലും ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അൾട്ടിമേറ്റായിട്ട് അതിൻ്റെ അർത്ഥം എന്തുവാന്ന് വെച്ചാൽ, ഞാനും നീയും ഒന്നു ചേരുന്നത് ചുമ്മാതെ ജോളി അടിച്ച് ടൂർ അടിക്കാനോ കുട്ടികളെ പറയാനോ ഒന്നുമല്ല. അതുകൊണ്ട് അതൊക്കെ ലൗകിക ജീവിതത്തിലുള്ളതാണ്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അതിൻ്റെ അർത്ഥം എന്തുവാന്ന് വെച്ചാൽ, ഞാനും നീയും ഒന്നിച്ച് കുറേ നാൾ ജീവിച്ച് എൻ്റെ ലിബറേഷന് നീ സഹായിക്കും, നിൻ്റെ ലിബറേഷന് ഞാൻ സഹായിക്കും. അതായത് നമുക്ക് മുക്തി തേടാൻ നമ്മൾ രണ്ടുപേരും പാർട്ട്നേഴ്സാണ് എന്നുള്ള സങ്കല്പത്തിലാണ് അങ്ങനത്തെ ശ്ലോകങ്ങളൊക്കെ പറയുന്നത്. ആ ശ്ലോകങ്ങളുടെയൊക്കെ അർത്ഥം നമുക്ക് ചോദിച്ച് മനസ്സിലാക്കിയാൽ ഇതൊക്കെ തന്നെ അതിനകത്ത് ഉള്ളത്. അത് നമ്മുടെ സൗത്ത് ഇന്ത്യയിലും ഉണ്ട്, നോർത്ത് ഇന്ത്യയിലും ഉണ്ട്, അങ്ങനെയൊക്കെ. പിന്നെ ഈ മെഡിറ്റേഷൻ ചെയ്യുമ്പം, ഇതും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, മെഡിറ്റേഷൻ ചെയ്യുമ്പം കൈവേദന, കാലുവേദന, അത് ഒരു കൈ ഏതെങ്കിലും ലെഫ്റ്റിൽ ആയിരിക്കും വേദന, അല്ലെങ്കിൽ റൈറ്റിലായിരിക്കും, അല്ലെങ്കിൽ നടുവേദന, തലവേദന, ഏതെങ്കിലും ഒരു ഭാഗത്ത് വേദന, അതൊക്കെ കൂടെ മെഡിറ്റേഷൻ ചെയ്യുമ്പം ഈ നല്ല കോസ്മിക് എനർജി ദേഹത്തിനകത്ത് വരുമ്പം ഈ ചീത്ത എനർജി തന്നെത്താനെ വെളിയിൽ പോന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ. പിന്നെ വേറൊരു കാര്യം, ഈ മെഡിറ്റേഷൻ ചെയ്യുമ്പോഴേ നമുക്ക് മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടേ മനസ്സിൽ നെഗറ്റിവിറ്റി വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. ഈ മെഡിറ്റേഷൻ ചെയ്യുന്നത് തന്നെ എന്തിനാ? നമ്മുടെ നെഗറ്റിവിറ്റി എല്ലാം പോകാനാണ്. ഇപ്പം ചിലർ മെഡിറ്റേഷൻ ചെയ്യുന്നു, റെഗുലറായിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്നു, അതിൻ്റെ നന്മ അവർക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ആ മനസ്സിൻ്റെ വികാരങ്ങൾ അവർ ഒരുപാട് ശ്രദ്ധിക്കണം. 1 മണിക്കൂർ 2 മണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുന്നു, അത് അവർക്ക് നല്ലത്. പക്ഷേ അതിന് പിന്നെ ഉള്ള സമയം എങ്ങനെയാ അവർ പെരുമാറുന്നേ എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കണം. ഓരോരുത്തരും അവനവൻ്റെ കാര്യം ശ്രദ്ധിച്ചാൽ മതി. മറ്റവരെങ്ങനെ ഒരുത്തൻ മെഡിറ്റേറ്റ് ചെയ്യുന്നു, അതിന് പിന്നെ അവൻ എങ്ങനെ പെരുമാറുന്നു, അവനെ നന്നാക്കാവോ, അവനെ എങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യാം, അതല്ല നമ്മളുടെ നോട്ടം. ഓരോരുത്തരും അവനവൻ്റെ കാര്യത്തിൽ ശ്രദ്ധ വേണം. ഞാൻ മെഡിറ്റേഷൻ ചെയ്യുന്നതുകൊണ്ട് ഈ നെഗറ്റിവിറ്റി ഒന്നും പാടില്ല. സോ മനസാ വാചാ കർമ്മണ, ഞാൻ ചെയ്യുന്നതും വിചാരിക്കുന്നതും സംസാരിക്കുന്നതും പോസിറ്റീവായിട്ടേ ഇരിക്കാവൂ എന്ന് പറഞ്ഞാലേ എന്ന് വിചാരിച്ച് ചെയ്യണം. അല്ലെങ്കിൽ സദ്ഗുരു അതിനൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. അതായത് നമ്മൾ മണ്ണൊക്കെ കൊത്തി നിറച്ച് വളമിട്ട് ഒരു ചെടി നടുന്നു. വളമൊക്കെ ഒരുപാടുണ്ട്, നല്ല വെയിലുണ്ട്, നല്ല വെള്ളം ഒഴിക്കുന്നുണ്ട് നമ്മൾ ദിവസവും. അത് ചിലർ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടാ, ഈ നമ്മൾ വെച്ച ചെടിയെക്കാട്ടിലും കൂടുതൽ കളച്ചെടികളാണ് അതിനെ ചുറ്റിയിലും വളരുന്നത്. ചിലപ്പം ഈ കളച്ചെടി നമ്മൾ നട്ടുവെച്ച ചെടിയെക്കാട്ടിലും ഫാസ്റ്റായിട്ട് വളരും, ഒരുപാട് സ്ട്രെങ്തോടെ വളരും. അതെന്താണെന്ന് വെച്ചാൽ നമ്മളിട്ട ഉരം ആ കളച്ചെടിക്കാണ് കൂടുതൽ പ്രയോജനപ്പെടുന്നത്. അത് കൂടുതൽ വലിച്ചെടുക്കുന്നു. നമ്മൾ വെച്ച ചെടിയെക്കാട്ടിലും ഈ കളച്ചെടിയാണ് വലിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതെന്തുവാന്ന് വെച്ചാൽ, നമ്മൾ മെഡിറ്റേഷൻ ചെയ്ത് അതിൻ്റെ മെഡിറ്റേഷൻ ചെയ്യുന്നു എന്നല്ല, മെഡിറ്റേഷന് വേണ്ടി തയ്യാറാകുന്നു, ഒരുങ്ങുന്നു, ഇരുന്ന് കൊടുക്കുന്നു. അപ്പം അതിൻ്റെ നന്മകൾ നമുക്കുണ്ടാകുന്നു. അതിന് പുറമേ ഈ കളച്ചെടി പോലെയാണ് നമ്മുടെ മനസ്സിൻ്റെ നെഗറ്റിവിറ്റി. അപ്പം മെഡിറ്റേഷനും ചെയ്ത് പിന്നെ 1 മണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുന്നു, ബാക്കി 23 മണിക്കൂറും നമ്മുടെ ചിന്താഗതി ശരിയല്ല, നമ്മുടെ മനോഭാവം ശരിയല്ല എന്നുണ്ടെങ്കിൽ അത് കൂടുതൽ കാർമിക് ഡെപ്പോസിറ്റിനെ കൊണ്ടുവരും. അപ്പം അങ്ങനെയൊക്കെയാണ് സദ്ഗുരു പറയുന്നത്. അപ്പം ഇതിനെല്ലാം ഒരു വഴി എന്തുവാന്ന് വെച്ചാൽ, ഒരു സാധകൻ മുക്തിയെ നേടി പോന്നെങ്കിൽ അവൻ ഓൺ എ ഡെയിലി ബേസിസ് റെഗുലറായിട്ട് മെഡിറ്റേഷൻ, യോഗ, നാഡിശുദ്ധി, പ്രാണായാമം, അല്ലാതെ ഏതെങ്കിലും ഒരു ക്രിയ തീർച്ചയായിട്ടും ചെയ്തിരിക്കണം. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ഈ ഫിസിക്കൽ ബോഡിയിൽ നിന്ന് കർമാക്കളെ മാറ്റാൻ പറ്റത്തുള്ളൂ.
അതാണ് കർമ്മയോഗ ആൻഡ് ഫിസിക്കൽ ബോഡി എന്നുള്ള ഈ വലിയ ഒരു ചാപ്റ്ററിൽ കൂടെ സദ്ഗുരു നമുക്ക് പറയുന്ന സന്ദേശം. പിന്നെ 1-2 സാധന പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് നമുക്ക് ഈ ഫിസിക്കൽ ബോഡി എന്നുള്ള ഈ ഞാൻ പറഞ്ഞില്ലേ ഈ ജോയിൻറ്റിലൊക്കെ അവിടെ കർമ്മ അവിടെ ചില ചക്രാസിലൊക്കെ ഉണ്ടെന്ന്. അതിന് ഞാൻ അവിടെ സെൻറ്ററിൽ പോയി ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പം ഒരു മെഡിറ്റേഷൻ പറഞ്ഞു തരും. അത് മെഡിറ്റേഷൻ എന്ന് വെച്ചാൽ ഞങ്ങളെല്ലാവരെയും ഇവിടെ ഈ ട്രിവാൻഡ്രത്തെ സെൻറ്ററിലും നമുക്കത് ഇന്നർ എൻജിനീയറിങ്ങിന് വേണ്ടി പോകും ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട്. ചുമ്മാ പഠിച്ചിട്ട് ഒരു മാസത്തിലൊരിക്കൽ ഞായറാഴ്ച അവിടെ പോകും. അപ്പോൾ അവിടെ സദ്ഗുരുവിൻ്റെ വീഡിയോസൊക്കെ ഇട്ട് കാണിക്കും. പിന്നെ നമ്മളെല്ലാവരും കൂടെ ചെയ്യും ഈ ശാംഭവി മഹാമുദ്ര. അപ്പം ഓരോ മാസവും ഓരോ മെഡിറ്റേഷൻ. അപ്പം ഞങ്ങളെല്ലാം ഇങ്ങനെ ചെവിറ്റിൽ അറ്റത്ത് ഇരുന്ന് ചാരിയിരുന്ന് കാല് നീട്ടി ഇടത് കാല് വലത് കാലിൻ്റെ മുകളിലിട്ട് ഇരിക്കാൻ പറഞ്ഞിട്ട് സദ്ഗുരുവിൻ്റെ വോയിസിൽ തന്നെ ആ വീഡിയോ കേൾക്കാം നമുക്ക്. അതിട്ട് കാണിക്കും. അത് അവർ പറയും നമ്മൾ ചെയ്യണം. അതായത് കാലിൽ നിന്ന് ഓരോ ഭാഗമായിട്ട് നമ്മൾ മനസ്സിൽ വിചാരിച്ച് ആദ്യം ആ മസിൽസിനെ ടൈറ്റൻ ചെയ്യണം. ഇറുക്ക് എന്ന് പറയും. അങ്ങനെ ടൈറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ റിലാക്സ് വിട് റിലാക്സ് എന്ന് പറയും. ആ മെഡിറ്റേഷൻ അത് ഇങ്ങനെ ഓരോ ഭാഗമായിട്ട് കാല്, പിന്നെ മേളി കയറി വന്ന്, പിന്നെ തൊട, പിന്നെ വയറ്, പിന്നെ നെഞ്ച്, പിന്നെ തല, ഇങ്ങനെ കഴുത്ത്, തല, അങ്ങനെ പിന്നെ കൈ. അപ്പോൾ ഇങ്ങനെ ഓരോ ഭാഗമായിട്ട് നമ്മൾ ആദ്യം മുറുക്കി പിടിക്കുക, പിന്നെ അതിനെ തളർത്തിയെടുക്കുക. അങ്ങനെ ചെയ്യുമ്പം ദേഹത്തിൽ നിന്ന് ഒരുപാട് ഈ നെഗറ്റീവ് കർമാസ് ഒക്കെ മാറും. പക്ഷേ അന്ന് ഇതിനു വേണ്ടിയാ ചെയ്യുന്നതെന്ന് പറഞ്ഞില്ല, അതോ ഞാൻ ശ്രദ്ധിച്ചില്ല എന്തോ. പക്ഷേ ഇപ്പം ഈ ബുക്ക് വായിച്ചപ്പോഴാണ് എനിക്ക് സാധന കോമൺ മാനിനുള്ള സാധന പറയുന്നില്ലേ, അതിൽ പറഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചത്, അന്ന് 1-2 പ്രാവശ്യം സെൻട്രലിൽ നമ്മളിത് ചെയ്തിട്ടുണ്ട്, അപ്പം ഇതിൻ്റെ അർത്ഥം ഇതാണ് എന്നുള്ളത് ഇപ്പം മനസ്സിലാവുന്നു. അങ്ങനെ ഈ ചാപ്റ്റർ തീർന്നു. അപ്പോൾ 7ാമത്തെ ചാപ്റ്റർ തീർന്നു. ഇനി 2 വലിയ ചാപ്റ്റേഴ്സ് ഉണ്ട്, 8, 9. 8ാമത്തെ കർമ്മയോഗ ആൻഡ് മെൻ്റൽ ബോഡി, 9ാമത്തെ കർമ്മയോഗ ആൻഡ് ഫിസിക്കൽ എനർജി ബോഡി. അപ്പോൾ ഇതിലൊക്കെ എന്തോ ഉണ്ട് പറയാനെന്നുള്ളത് നമ്മൾ നോക്കാം. ഓക്കെ, എല്ലാം മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.